പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്താണ്? വാട്ട് ഈസ് ദാറ്റ് എവറി വൺ ഓഫ് us ഷുഡ് നോ ആൻഡ് എവറി വൺ ഓഫ് us ഷാൽ റിമൈൻഡ് ourselves again and again. വീണ്ടും വീണ്ടും നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യേണ്ട, വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ആ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ ഒരിക്കലും പഠിച്ചു തീരാത്ത, ഒരിക്കലും നിർത്തരുതാത്ത, ഒരിക്കലും അത് മെഡിറ്റേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലാത്ത എസെൻഷ്യൽ ക്രിസ്ത്യൻ ട്രൂത്ത്. ദിസ് ഈസ് വാട്ട് ഡിസ്റ്റിങ്വിഷസ് ക്രിസ്ത്യാനിറ്റി ഫ്രം ഓൾ അതർ റിലീജിയൻസ്. ലോകത്തിലെ എല്ലാ മതങ്ങളും ഒരൊറ്റ പാറ്റേണിൽ പോകുമ്പോൾ അതിനെ നേരെ തിരിച്ചു വിടുന്നത് ഈ ഒരു അപ്പോസ്റ്റലിക് ഡോക്ട്രിനാണ്. ബിക്കോസ് ഓൺലി ദ ബൈബിൾ സ്പീക്സ് ടു us ഓൺ ഡീപ്പർ തിങ്സ് ഓഫ് ഗോഡ്. ബാക്കിയെല്ലാം ഒരു പൊതു വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മതങ്ങളെല്ലാം പോകുന്നത്. ദൈവത്തിന് രണ്ട് തരത്തിലുള്ള വെളിപ്പാടുകളാണ് നമുക്ക് ദൈവത്തെക്കുറിച്ച് ലഭിക്കുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. അത് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നത്. 19 മുതലുള്ള വാക്യങ്ങളിൽ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ സൃഷ്ടിയുടെ തുടക്കം മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വന്നിരുന്നുവെന്നാണ്. അതായത് ബുദ്ധി കൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ കോമൺ റെവലേഷൻ എന്ന് പറയുന്നത്. കോമൺ റെവലേഷൻ എന്തൊക്കെയാണ്? അത് രണ്ട് കാര്യങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് ബൈബിൾ ആവശ്യമില്ല, പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻ ആവശ്യമില്ല, ടീച്ചേഴ്സ് ആവശ്യമില്ല. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മതി. അതായത് ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും. ഒന്ന്, ഗോഡ് ഈസ് പവർഫുൾ, ഹി ഹാസ് എറ്റേണൽ പവർ. മറ്റൊന്ന്, ഗോഡ് ഈസ് ഗുഡ്. ഇത് രണ്ടും ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും കോമൺ ഫെയ്ത്താണ്. ശക്തനായൊരു ഡെയിറ്റി, ശക്തനായൊരു ദൈവം. നമ്മൾ സാധാരണ പെന്തക്കോസ്റ്റൽ ലാംഗ്വേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ പറ്റുന്ന സ്ട്രോങ് ഗോഡ്, ആ ദൈവത്തിൻ്റെ ശക്തി, അത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. യു ആസ്ക് എനിവൺ ബിലോങ്ങിങ് ടു എനി റിലീജിയൻ എനിവെയർ ഇൻ ദ വേൾഡ്, ദേ വുഡ് സേ ഞങ്ങളുടെ ഡെയിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് സ്ട്രെങ്ത് ഓഫ് ദാറ്റ് ഡെയിറ്റി, ദ സപ്പോസ്ഡ് സ്ട്രെങ്ത് ഓഫ് ദാറ്റ് ഡെയിറ്റി, ദീസ് പീപ്പിൾ ഫോളോ ദാറ്റ് റിലീജിയൻ. ശക്തിയില്ലാത്തൊരു ദൈവത്തെ ആരെങ്കിലും അനുഗമിക്കുമോ? ഇല്ല. എല്ലാ മതങ്ങളുടെ ഒരു കോമൺ ഫാക്ടറാണത്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയും. ദൈവത്തിന് നമ്മുടെ ചുറ്റുമുള്ള ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും. അത് ഏത് മതത്തിലും അത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഖുറാനിലൊരു സൂക്തം ഞങ്ങൾ കേരളത്തിലൊക്കെ പോകുമ്പോൾ അവിടെ വഴിയേരിയിൽ എഴുതിച്ചിട്ടുണ്ട്, ദാനം ആപത്തുകളെ തടയും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിങ്ങൾ യഥാർത്ഥ ഒരു മതവിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. സോ ദേ ഓൾ എക്സ്പെക്ട് ദാറ്റ്. തീർത്ഥാടനത്തിന്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തീർത്ഥാടനത്തിന് പോകുന്നവർ എന്തിനാണ് പോകുന്നത്? ബിക്കോസ് ദേ നോ ദെയർ ഗോഡ് വിൽ ബി ഹാപ്പി വിത്ത് ദം, പ്രൊട്ടക്ട് ദം, ഗിവ് ദം വാട്ട് ദേ നീഡ്. അതിനകത്തെല്ലാം നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പവറിലാണ്, അല്ലേ? പവർ എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്നവരില്ലേ നിങ്ങൾ? നേരത്തെ കേട്ടിട്ടുണ്ടോ? പവർ എന്ന് പറയുമ്പോൾ അല്ലേ, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട എലമെന്റ്. ദാറ്റ്സ് സോ എവ്രി വൺ ഇൻ ദ വേൾഡ് നോസ് ദാറ്റ് ഗോഡ് ഈസ് പവർഫുൾ. സോ ഫോർ ദാറ്റ് യു ഡോണ്ട് നീഡ് ദ ബൈബിൾ. രണ്ടാമത്, ഗോഡ് ഈസ് ഗുഡ്, ഈസ് ഡിവൈൻ എബിലിറ്റി, ഡിവിനിറ്റി. ആ രണ്ട് കാര്യങ്ങൾ, എറ്റേണൽ പവർ ആൻഡ് ഡിവൈൻ നേച്ചർ. ഈ ഡിവൈൻ നേച്ചർ എന്ന് പറയുന്നത് ദൈവം നല്ലവനാണ്, ദൈവം നീതിമാനാണ്, പാപികളെ ശിക്ഷിക്കുന്ന ആളാണ്. ദിസ് ഇസ് ഓൾസോ എ കോമൺ റെവലേഷൻ. എല്ലാ റിലീജിയനിലും ആ റെവലേഷൻ ഉണ്ട്. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ തട്ട് കിട്ടും എന്നുള്ള റെവലേഷൻ എല്ലാ മതങ്ങളിലും ഉണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളെ മര്യാദക്കാരാക്കാൻ വേണ്ടിയാണ് മതങ്ങളുള്ളത്. സോ ഇൻ എവറി റിലീജിയൻ ദർ ഇസ് എ കോഡ് ഓഫ് കോണ്ടക്ട്, ദർ ഇസ് മോറൽ റൈറ്റ്സ് ആൻഡ് റോങ്സ്. അത് പെരുമാറി നിങ്ങൾ നല്ലപോലെ ജീവിച്ചാൽ ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ നിങ്ങളുടെ സൽപ്രവൃത്തികളാണ് കൂടുതലെങ്കിൽ, പത്രോസ് ത്രാസിലിട്ട് തൂക്കുമ്പോൾ നിങ്ങളുടെ സൽപ്രവൃത്തികളാണ് കൂടുതലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. കാത്തലിക് ഡോക്ട്രിൻ. അത് കുറവാണെങ്കിൽ നിങ്ങളെ ബസ്പുർഖാനയിൽ പോയിട്ട് ഇടിച്ച് ശരിയാക്കി കൊണ്ടുപോകും. ഏത് റിലീജിയനാൽ എങ്ങനെയാണ്? നല്ല കർമ്മങ്ങൾ ചെയ്താൽ, നല്ല പ്രവൃത്തികൾ ചെയ്താൽ, ഇഫ് യു ആർ ഗുഡ് ഇനഫ്. ഈ രണ്ട് ഫാക്ടർ മതി ഇന്നൊരു ചർച്ച നടത്താൻ. യു ഡോണ്ട് നീഡ് ടു നോ ദ ബുക്ക് ഓഫ് റോമൻസ്, യു ഡോണ്ട് നീഡ് ടു നോ ദ ഗോസ്പൽസ്. രണ്ട് കാര്യങ്ങൾ മതി ഇന്നൊരു ന്യൂ ജനറേഷൻ ചർച്ച നടത്തിക്കൊണ്ട് പോകാൻ. പവർ ഒരു വാക്ക് മതി, അതൊരു 365 ദിവസം ഓടിക്കോളും.
ദൈവം, വിടുവിക്കുന്ന ദൈവം, ഇറങ്ങി വരുന്ന ദൈവം. അത് പല ആംഗിളിൽ നിന്ന് സംസാരിച്ചാൽ മതി. You don't need to know the doctrines. You don't need to know, even read the book of Romans. You don't need to know read the epistles. ഇത്തിരി വാചകം അടിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ പവർ നല്ലപോലെ കച്ചവടം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൾ അറൗണ്ട്. ഞാനൊരു ചർച്ചിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇന്ന് പ്രസംഗിക്കാൻ വന്നത് വളരെ നന്നായി. ഞാൻ ചോദിച്ചാൽ എന്താണ് കാര്യം? പറഞ്ഞു, കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ പ്രസംഗിച്ചല്ല ഒരേ വിഷയമായിരുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ വിഷയം? വിടുവിക്കുന്ന ദൈവം. ഓക്കെ, ഹാബേലിൻ്റെ കഥ പറഞ്ഞാൽ പോലും അവർ വിടുവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയും എവിടെയെങ്കിലും. പത്മോസിലെ യോഹന്നാൻ്റെ കാര്യം പറഞ്ഞാലും വിടുവിക്കുന്ന ദൈവം. എന്ത് മെസ്സേജ് വായിച്ചാലും അതിനകത്ത് വിടുവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് അവസാനം ഒരു എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഓൺലി വൺ മെസ്സേജ്. അപ്പോൾ ഇന്നത്തെ റിലീജിയൻസ്, ഇന്നത്തെ മതങ്ങൾ, സഭകൾ, ഇന്ന് ക്രിസ്തീയ സഭകൾ, ബിക്കോസ് ദേ ഹാവ് വെരി ലിമിറ്റഡ് നോളജ് ഓഫ് ദ ഡോക്ട്രിൻസ്, വെരി ലിമിറ്റഡ് നോളജ് ഓഫ് ബിബ്ലിക്കൽ ട്രൂത്ത്, അവരെല്ലാം ഈ കോമൺ റെവലേഷൻ വെച്ചാണ് ചർച്ച കൊണ്ട് നടക്കുന്നത്. ദാറ്റ് മീൻസ് ദേ ഓൺലി നീഡ് ടു നോ ദ പവർ ഓഫ് ഗോഡ്. ക്യാൻസർ മാറ്റുന്ന ദൈവം. അതിനൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ കോമൺ ബ്ലെസ്സിങ്സ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ദൈവത്തിൻ്റെ കോമൺ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ദൈവം ഇത് കൊടുക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ചിലരുടെ ക്യാൻസർ മാറുന്നുണ്ട്, ചിലരുടെ മാറുന്നില്ല. ചിലർ പ്രാർത്ഥിക്കുന്ന ഉടനെ കാശ് വരുന്നുണ്ട്, ചിലർ എത്ര പ്രാർത്ഥിച്ചിട്ടും വരുന്നില്ല. ചിലരുടെ വീട് അനുഗ്രഹങ്ങളാൽ മൂടപ്പെടുന്നു, വേറെ ചിലർ ബുദ്ധിമുട്ടി ഞെരങ്ങി മൂളിയും ഇപ്പം നടക്കും നാളെ നടക്കും എന്നുള്ള പ്രൊഫസിക്കകത്ത് പെട്ടുപോകുന്നു. ഈ കോമൺ ബ്ലെസ്സിങ്സ് ദൈവം കൊടുക്കുമ്പോൾ കർത്താവ് ഒരു കാരണവശാലും ആളുടെ മെറിറ്റ് നോക്കുന്നില്ല, ഒരു കാര്യത്തിലും നോക്കുന്നില്ല. കാരണം ഒരിക്കലും പ്രാർത്ഥിക്കാത്തവർ കോടീശ്വരന്മാരായി ജീവിക്കുമ്പോൾ, അല്ലേ, ദൈവത്തെ നിന്ദിക്കുന്നവർ, മറ്റ് ദൈവങ്ങളെ വണങ്ങുന്നവർ കോടീശ്വരന്മാരായി ജീവിക്കുമ്പോൾ നമ്മളൊക്കെ കഷ്ടിച്ച് മോർട്ട്ഗേജോ എന്താ അതിന് പറയുന്നത്, അതൊക്കെ അടച്ച് ഒരു വിധത്തിൽ കഴിഞ്ഞു കൂടുന്നു. ഈ കോമൺ ബ്ലെസ്സിങ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ദൈവം ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നീതിമാന്റെ മേലും നീതി കെട്ടവൻ്റെ മേലും അവൻ ഒരുപോലെ മഴയെ പെയ്യ്ക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെ ഇടയിലും റാങ്ക് കിട്ടുന്നവരുണ്ട്, നീതി കെട്ടവരുടെ ഇടയിലും റാങ്ക് കിട്ടുന്നവരുണ്ട്. നീതിമാന്മാരുടെ ഇടയിൽ സമ്പത്ത് ഉണ്ടാക്കുന്നവരുണ്ട്, നീതി കെട്ടവരുടെ ഇടയിലും ഉണ്ട്. സോ ഹൗ ഈസ് ദിസ് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ടഡ്? അത് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൺട്രോൾ അതിനകത്തില്ല, അതൊന്നും സംഭവിക്കുന്നില്ല. സോ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഗോഡ് ഹു ഡസ് എവറിഥിങ്, ബട്ട് ഹൗ ഹി ഈസ് ഡൂയിങ് ഇറ്റ് വി ഡോണ്ട് നോ. ഇതിനകത്തൊരു ആംബിഗ്വിറ്റി ഉള്ളത് കൊണ്ട്, ഇതെങ്ങനെ സംഭവിക്കുന്നെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ആളുകളെല്ലാം എൻ്റെ അടുത്ത് വാ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടുമെന്നൊരു എന്താ പറയുക, ഒരു ശ്രുതി പരത്തി കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ത്രോങ് ദാറ്റ് പ്ലേസ് ഫോർ കോമൺ ബ്ലെസ്സിങ്സ്. ഈ കോമൺ ബ്ലെസ്സിങ്സ് ഭയങ്കര രസമുള്ള കാര്യമാണ്. കോമൺ ബ്ലെസ്സിങ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം കർത്താവായ യേശു ക്രിസ്തു ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിലും നമുക്ക് ലഭിക്കുമായിരുന്നത്. യേശുക്രിസ്തുവിടെ ഇറങ്ങി വരുന്നതിന് മുമ്പ് രോഗസൗഖ്യം സംഭവിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിടെ ഇറങ്ങി വരുന്നതിന് മുൻപ് തന്നെ പണം ഉണ്ടായിട്ടുണ്ട്, ആളുകൾക്ക് സമ്പത്തുണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും യേശുക്രിസ്തുവിൻ്റെ മീഡിയേഷൻ ആവശ്യമില്ല. വി ഡോണ്ട് നീഡ് ദ മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഫോർ ഓൾ ദീസ് തിങ്സ്. അപ്പൊ യേശുക്രിസ്തു എന്തിൻ്റെ മധ്യസ്ഥനാണ്? കർത്താവ് എന്താണ് നമുക്ക് മധ്യസ്ഥനായി നിന്ന് നമുക്ക് നേടിത്തരുന്നത്? വാട്ട് ഈസ് ദ റിയൽ ബ്ലെസ്സിങ് ഓഫ് ദ ക്രോസ്? അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ഗ്രേസ് അല്ലെങ്കിൽ സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. വാട്ട് ഈസ് ദ സ്പെഷ്യൽ ഗ്രേസ്? എല്ലാവർക്കും കിട്ടാത്തത്, ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രം ലഭിക്കുന്നത്. എന്താണ് സ്പെഷ്യൽ റെവലേഷൻ? ദൈവത്തെക്കുറിച്ച് വേറെ ആർക്കും അറിയാൻ പറ്റാത്തത്, നമുക്ക് മാത്രം അറിയാവുന്നത്. The truth only revealed in the word of God. ബൈബിളിൽ മാത്രം കാണാവുന്ന, വേറൊരിടത്തും കാണാൻ പറ്റാത്ത ആ സ്പെസിഫിക് റെവലേഷനാണ്. ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ആ പ്രത്യേക റെവലേഷനാണ് ഓരോ ദൈവമക്കളും ആഗ്രഹിക്കുന്നതും അവർ പഠിക്കുന്നതും മെഡിറ്റേറ്റ് ചെയ്യുന്നതും. അതുപോലെ തന്നെ വാട്ട് ഡു വി മീൻ ബൈ ദാറ്റ് സ്പെഷ്യൽ ബ്ലെസ്സിങ്? സ്പെഷ്യൽ ബ്ലെസ്സിങ് മീൻസ് വി ആർ സ്പെഷ്യലി ബ്ലെസ്ഡ്. നമ്മൾ മറ്റുള്ള ആളുകളെ പോലെ അല്ല, അവർക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ള ഒരു ഫാക്ടർ അല്ല. എന്നാൽ ആർക്കും കിട്ടാത്തത് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ക്രോസ് ആൻഡ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് റിസറക്ഷൻ. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ആണ്, ആ ഒരു സ്പെഷ്യൽ ഗ്രേസ് ആണ് ഏതൊരു സഭയിലും ചെന്ന് കയറുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത്.
Christian church is not a dispensary of common grace. When you enter into a church, you should feel the special grace of Christ. It's only available to the saints because it's a gathering of saints. ചർച്ച് എന്ന് പറയുന്നത് തന്നെ വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. എക്ലീസിയ, എക് ലാവോസ്, ജനങ്ങളിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട പ്രത്യേക അനുഗ്രഹങ്ങളാൽ, പ്രത്യേക വിളിയാൽ, പ്രത്യേക റെവലേഷനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട സമൂഹമാണ് ഒരു സഭ എന്ന് പറയുന്നത്. സോ what makes a prayer assembly, what distinguishes a prayer assembly and a church is that while prayer assembly focuses on common blessings, the church always focuses on Christ and the eternal blessings through him. ഒരു പ്രാർത്ഥനാ കൂട്ടങ്ങൾ, ഇന്ന് പല പേരുകളിൽ പ്രാർത്ഥനാ കൂട്ടങ്ങളുണ്ട്. മത്തായി ചേട്ടൻ്റെ സഭ, അവറാച്ചായൻ്റെ സഭ എന്നൊരു 100,000 സഭകൾ, പേരുകൾ, പലതരത്തിലുള്ള ഫാന്റാസ്റ്റിക് പേരുകൾ, പ്രാർത്ഥനാ കൂട്ടങ്ങളാണ്. അവിടെ മത്തായി ചേട്ടൻ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും. That's a prayer group based on common grace. കിട്ടാം, കിട്ടാതിരിക്കാം. ബട്ട് എ ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്നത് കോമൺ ബ്ലെസ്സിങ്സ് ഉണ്ടോ ഇല്ലോ എന്നുള്ളതല്ല. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹി ക്യാൻ ഗിവ് ഓർ നോട്ട് ഗിവ്, ദാറ്റ്സ് ഹിസ് ഫ്രീഡം ആൻഡ് സോവറിറ്റി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സ്പെഷ്യൽ ഗ്രേസിൻ്റെ വിതരണമാണ് അവിടെ നടക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫ് സ്പെഷ്യൽ ഗ്രേസ്, അതായത് ഇറ്റ്സ് ഓൺലി അവൈലബിൾ ഫോർ ദ ബിലീവേഴ്സ്. അവിടെ പഠിക്കുന്ന കാര്യങ്ങളും വിശ്വാസികൾക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ സഭ തുടങ്ങിയപ്പോൾ അവിശ്വാസികളായ ആളുകൾ വരുമ്പോൾ ഞങ്ങൾ അവരോട് പറയുമായിരുന്നു, ആർ യു ബോൺ അഗെയിൻ? നിങ്ങൾ ചോദിക്കും. അല്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ ആ ബോൺ അഗെയിൻ അല്ലാത്ത ആളുകൾക്ക്, അതായത് പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടിയുള്ളൊരു വർഷിപ്പ് സർവീസ് ഉണ്ട്. ആ സർവീസിലേക്ക് അവരെ വിളിക്കുന്നത്. അവിടെ ചെന്നിട്ട് അവരോട് സുവിശേഷം പറയും. ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഗോസ്പൽ ഈസ്. And if they are born again, they feel that they know that they are regenerated, they will be part of the main worship. കാരണം ഇവിടെ വന്ന് നമ്മൾ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, കർത്താവെ ഞങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ നശിച്ചു പോകുമായിരുന്നു, നിന്റെ മരണത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ മക്കളാക്കി മാറ്റിയതിനായിട്ട് സ്തോത്രം. ഇത് രക്ഷിക്കപ്പെടാത്ത ഒരാൾ പറഞ്ഞു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ അയാൾ പറയും രക്ഷിക്കപ്പെടില്ല. So the church belongs to those people who are regenerated by the Spirit of God. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ചിൽ പോവുക എന്ന് പറഞ്ഞ് പോകുന്നത് ഈ കോമൺ ബ്ലെസ്സിങ്സ് വിൽക്കുന്ന ഒരു കച്ചവട സ്ഥലത്തിലേക്കാണ്. യു പേ 10% ആൻഡ് യു ഗെറ്റ് ദ കോമൺ ബ്ലെസ്സിങ്സ്. യു മേ നോട്ട് ഗെറ്റ്, ബട്ട് യു ആർ ഇൻ ദാറ്റ് പെർപെച്വൽ ഹോപ്പ്, ടുമോറോ ഐ വിൽ ഗെറ്റ്, ദ നെക്സ്റ്റ് മന്ത് ദ ഡെലിവറൻസ് വിൽ കം. ഇങ്ങനെയുള്ളൊരു പെർപെച്വൽ ഹോപ്പിനകത്ത് നിങ്ങളെ പെടുത്തുകയും നിങ്ങൾ അതിനകത്ത് ആ പൈസ ഇട്ടിട്ട് പോരുകയും ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രാർത്ഥനാ കൂട്ടങ്ങൾ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് നത്തിങ് ടു ഡു വിത്ത് ദ വേർഡ് ചർച്ച്. അതുകൊണ്ടാണ് എന്താണ് ഈ കോമൺ ബ്ലെസ്സിങ്സ്, അത് നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ അപ്പോസ്റ്റൽസ് ടോട്ട് ദ ചർച്ച്. ചർച്ച് എന്ന് പറയുന്നത് എപ്പോഴും അപ്പോസ്തലന്മാർ ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പണിയുവാൻ സാധിക്കുകയുള്ളൂ. ഒരു കെട്ടിടം ഉണ്ടായി എന്ന് വിചാരിച്ചൊരു ചർച്ച ഉണ്ടാകുന്നില്ല. ഒരു ചർച്ച് ഉണ്ടാകുന്നത് അപ്പോസ്തലന്മാരും പ്രവചനവാക്യവും അതിനടിസ്ഥാനമായി വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ലോകത്തിൽ ഒരിടത്തും കാണാത്തൊരു കാര്യം, അത് പറയുന്നത് ഇറ്റ്സ് എ യുണീക്ക് ടീച്ചിങ്. ലോകത്തിൽ ഏതെങ്കിലും മതം പറയുന്നുണ്ടോ പ്രവർത്തിക്കാത്തവരാണ്, ദൈവത്തിൻ്റെ കൃപയാൽ സൗജന്യമായിട്ടാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നതെന്ന് ലോകത്തിൽ ആരെങ്കിലും പറയോ? ആരും പറയില്ല. ദിസ് റെവലേഷൻ ഈസ് ഓൺലി അവൈലബിൾ ഇൻ ദ ബൈബിൾ. ദാറ്റ് മേക്സ് ദ റെവലേഷൻ യുണീക്ക്. പാപികളെ തേടി വരുന്ന ഇടയൻ, രക്ഷിതാവായ ദൈവം പാപികളെ അന്വേഷിച്ച് വരുന്നു. അത് വളരെ മനോഹരമായിട്ട് റോമാലേഖനത്തിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്? ഞാനത് വളരെ ചുരുങ്ങിയ രീതിയിൽ ആ വാക്യങ്ങളിൽ നിന്ന് മാത്രം, ഐ എം നോട്ട് ഗോയിങ് ടു ആഡ് എനിത്തിങ് ടു ദ സ്ക്രിപ്ചർ, ജസ്റ്റ് ഐ വിൽ റീഡ് ത്രൂ ദ സ്ക്രിപ്ചർ ആൻഡ് ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ടു യു. റോമാലേഖനം 3:9 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. ഓക്കെ. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. അതുവരെ നമുക്കുള്ള റോമാലേഖനം വേണേ 1, 2, 3-8 വരെയുള്ള ഭാഗം പൗലോസ് ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്ത് തെളിയിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒരു വിശേഷതയും നമുക്കില്ല. യഹൂദന്മാരുടെ പറയുന്നതാണ്. നമ്മുടെ കയ്യിൽ വേദപുസ്തകമുണ്ട്, കൽപ്പനകളുണ്ട്, ന്യായപ്രമാണമുണ്ട്, പക്ഷെ ഒരു വിശേഷതയും ഇല്ല. കാരണം
ഇത്രയും നേരം കൊണ്ട് നമ്മളൊരു കാര്യം തെളിയിച്ചിട്ടുണ്ട്. എന്താണത്? യഹൂദനായാലും യവനനായാലും ഏവരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു. ഇതാ തെളിയിച്ചത്. ഇത് തെളിയിക്കാൻ വേണ്ടി ഇത്ര സമയം. 1 അധ്യായത്തിന്റെ 32 വാക്യം എന്താ പറയുന്നത്? ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. അല്ലേ? 1:32. എന്തൊക്കെയാണ് ആ പാപങ്ങൾ എന്ന് വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്തൊക്കെയാണ് ആ പാപങ്ങൾ? 29 വാക്യം. ഈ വക പ്രവർത്തിക്കുന്നവർ. ഏത് വക? 29 വാക്യം. അവർ സകല അനീതിയും അനീതി. നിങ്ങൾക്ക് അനീതി ഉണ്ടോ? നിങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല അനീതി ഉണ്ടോന്ന്. കാരണം നമുക്ക് എണ്ണി നോക്കാനും പറ്റില്ല. അത് നമുക്ക് വിടാം. രണ്ടാമത്തേത് ദുഷ്ടതയുണ്ടോ? അത് നിങ്ങൾ സമ്മതിക്കാൻ സാധ്യതയില്ല. നമുക്കതും വിടാം. ദുഷ്ടന്മാരാണ് നാട്ടുകാർ പറഞ്ഞാൽ നമ്മളെ കുറിച്ച് പറയുന്ന മോശമാണല്ലോ. 3 അത്യാഗ്രഹവും. അതില്ലാത്ത ഒരാൾക്ക് വിശ്വാസിയായിരിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്. 21st സെഞ്ചുറിയിൽ ഇഫ് യു ആർ നോട്ട് ഗ്രീഡി യു ആർ നോട്ട് എ ബിലീവർ. അങ്ങനെ ഇപ്പോഴത്തെ അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരു ചെറിയ വീടിന് വേണ്ടി. അപ്പോൾ ഒരു പ്രവാചകൻ വന്നിട്ട് പറയാ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വിശ്വാസക്കുറവാണ്. നിങ്ങൾ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് പ്രാർത്ഥിക്കണം? നിങ്ങൾ കുറച്ചുകൂടെ ഗ്രീഡി ആകണം. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം കുറച്ചുകൂടെ വലുതാവും. ഒരു 2 നിലയുള്ളൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള. അപ്പോൾ നമുക്ക് ഗ്രീഡ് വന്നാകത്തല്ലേ? അപ്പോൾ നമ്മൾ നല്ല വിശ്വാസിയായി. കാരണം ഇത്രയും വലിയ കാര്യം ദൈവം സാധിച്ചു വരുന്നു വിശ്വസിക്കുന്നവനാണോ, ഈ ചെറിയ കാര്യം സാധിച്ചു വരുന്നു വിശ്വസിക്കുന്നവനാണോ കൂടുതൽ വിശ്വാസം? ആ ഗ്രീഡ് ഇല്ലാതെ ആ വിശ്വാസം നടക്കുമോ? മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പൊ ബിലീവർ ആണെങ്കിൽ ഒരു മാരുതിക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടുത്തെ കാറിന്റെ പേര്, ഇവിടുത്തെ കാറിന്റെ പേരെന്ന് എനിക്കറിയാൻ മേല. പ്രാർത്ഥിച്ചാൽ പോരാ. ദൈവത്തെ ചെറുതാക്കി കാണരുത്. നിങ്ങൾ കുറച്ചും കൂടെ ഗ്രീഡി ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ് ആര്? ദൈവം. It's glorified. The greed is glorified and it is interpreted as faith. എന്ത് കാര്യത്തിലും അങ്ങനെയാണ്. ആ സാലറി ഉള്ള ജോലിയല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഇതൊക്കെ കളത്തി വെട്ടി അപ്പുറത്ത് പോകണം. ലോകം കീഴടക്കുന്ന ഒരു കൊതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് വിശ്വാസി എന്നുള്ള പേരുള്ളൂ. ഈ കോമൺ ബ്ലെസ്സിങ്സിന്റെ കച്ചവടത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറി സിൻ ഈസ് ഗ്ലോറിഫൈഡ്, എവറി എൻജോയ്മെന്റ് ഓഫ് ദ വേൾഡ് ഈസ് ഗ്ലോറിഫൈഡ്, everything that's filthy before the eyes of the Lord is glorified and accepted. ഇവക പ്രവർത്തിക്കുന്നവരെല്ലാം മരണയോഗ്യർ, അത്യാഗ്രഹികളെല്ലാം മരണയോഗ്യർ. അന്നേരമാണ് ഞാൻ TV-യിൽ പണ്ട് ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്ന കേട്ടാണ്. ഞാൻ പിള്ളേർ പറയാറുണ്ട്, ദയവായിട്ട് ഇത് കേട്ട് ഈ പ്രസംഗം ഒന്നും കേട്ടേക്കില്ല. വല്ല ടോമാഞ്ചറിയും വെച്ച് കഴിഞ്ഞാൽ ആത്മാവിനെ നഷ്ടപ്പെടത്തില്ല. കാരണം അതുകൊണ്ട് വലിയ ഉപദ്രവമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഉറങ്ങുമ്പോൾ എലിയും പൂച്ചയൊക്കെ തലയൊക്കെ ഓടുന്ന പോലെ തോന്നും ഒരു ദിവസം, അത്രേ ഉള്ളൂ. മറ്റേതല്ല. മറ്റേത് നമ്മുടെ ജീവിതത്തെ തന്നെ മറിച്ച് കളയും. കൊതിയന്മാരാക്കി, ലോകമോഹികളാക്കി മാറ്റിക്കളയും. ഒരു ദിവസം ഒരു മനുഷ്യൻ പ്രസംഗിക്കുകയാണ്. ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആളാരാന്ന് പിടികിട്ടും. അതുപോലെ ഞാൻ പേര് പറയില്ല. പക്ഷേ അദ്ദേഹത്തോട് ഒരാൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഒരു വീടിന് വേണ്ടി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയുള്ള വീടിന് വേണ്ടിയാണ്? അത് ഒരു ലിവിങ് റൂമും ഒരു കിച്ചണും ഒരു ബെഡ്റൂമും ഉള്ള വീടിന് വേണ്ടിയാണ്. പുള്ളി പറഞ്ഞു, അങ്ങനെയുള്ളൊരു വീടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല. ചുരുങ്ങിയത് 3 ബെഡ്റൂം പ്ലാൻ മാറ്റി വരച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ഇരുന്ന് ആലോചിക്കുകയാണ്, അയാളുടെ ജീവിത സമ്പാദ്യം കൊണ്ട് അയാൾ ഉണ്ടാക്കി വെച്ചതാണ് ഒരു ചെറിയ വീട് എന്നുള്ള സ്വപ്നം. ഇപ്പൊ ഇയാളെ സ്വപ്നത്തെ വലുതാക്കി 3 ബെഡ്റൂമുള്ള ഇത്തിരി വിശാലമായ വീടാക്കി മാറ്റി. കാശ് ഇയാൾ കൊടുക്കോ? ഇല്ല. ലോകത്തിലെല്ലാം പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും 3 ബെഡ്റൂമുള്ള വീട് പണിയാൻ കർത്താവ് കാശ് കൊടുക്കുന്നുണ്ട് എവിടെയെങ്കിലും? ഇല്ല. എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ കൊടുക്കുന്ന സ്ഥലമുണ്ടോന്ന്. ഇനി ഈ പുള്ളി ദൈവത്തിന്റെ ഹിതം 3 ബെഡ്റൂമുള്ള വീടാന്ന് വിചാരിച്ച് ഇനി അത് കടം മേടിക്കും. അയാൾ ജീവിതത്തിൽ ആ സമാധാനമായിട്ട് ഒരു ബെഡ്റൂമിൽ ജീവിക്കേണ്ട ആള് അയാളുടെ കൊക്കിനൊതുങ്ങാത്ത വലിയ വീട് വെച്ച്, ഇതൊന്നും ഈ പ്രസംഗിച്ച് വിടുന്ന ആൾക്ക് അറിയേണ്ട കാര്യമില്ല. അയാൾക്ക് ഈ മോഹം കൊടുത്തിട്ടങ്ങ് പോയാൽ മതി. ഈ മോഹം കൊണ്ട് നശിക്കുന്നത് ഈ കാണുന്നയാളാണ്. മല്ലപ്പള്ളിക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത്, എവിടാന്ന് പറയുന്നില്ല, ഇതൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു സഹോദരിക്ക് ക്യാൻസർ വന്നു. അവർക്ക് വലിയൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ഈ വീടിരിക്കുന്നതുകൊണ്ടാണ് ക്യാൻസർ വന്ന്, വീടിന് ലക്ഷണക്കേടാണ്. നിങ്ങൾക്കറിയാം ചില വീടുകളിൽ ഭയങ്കര ലക്ഷണക്കേടാണ്. ലക്ഷണക്കേട് കർത്താവില്ല എന്നുള്ളതാണ് ലക്ഷണക്കേട്. വിശ്വസിച്ചാൽ എല്ലാ ലക്ഷണക്കേടും പോവും. കാരണം നമ്മുടെ കർത്താവിന് ചെന്ന് കയറാൻ പറ്റാത്ത ഒരു സ്ഥലവുമില്ല.
ഏതായാലും അവരെ വീടിടിച്ച് പൊളിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് പണിയാനുള്ള കാശില്ല. ആ ഒരു ചെറിയ കൂര വെച്ച് തന്നെ താമസിക്കും. ഇപ്പോഴും ക്യാൻസർ പോയിട്ടില്ല. ക്യാൻസർ പോയായിരുന്നേ കുഴപ്പമില്ലായിരുന്നല്ലേ. ഇവർ ചുമ്മാ അടിച്ചു നോക്കിയത്. ആ പാവം വിചാരിച്ചില്ല ഇത് സ്ഥിരം പരിപാടിയാണ് പുള്ളിയുടെ. പുള്ളി വിചാരിച്ചില്ല ഇവർ ഇത് ഇടിച്ചു പൊളിച്ച് കളയുന്നു. പുള്ളി വിചാരിച്ചതൊക്കെ അത്രയൊന്നും എടുക്കില്ല എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ മാക്സിമം ജീവിക്കാനും എൻജോയ് ചെയ്യാനും ഏറ്റവും റിച്ച് ആകാനുമുള്ള ഈ കോമൺ ബ്ലെസ്സിങ്സിൻ്റെ ഒരു വിതരണ ശൃംഖല, അത് നമ്മളെല്ലാം ദൈവത്തെ ദ്വേഷിക്കുന്നവരാക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് ഇരിക്കുന്നത്. അടുത്ത വായിച്ച അടുത്ത പാപം വായിക്കാം. പെട്ടെന്ന് സമയം. അടുത്ത പാപം ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ദുർബുദ്ധി നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ സമ്മതിക്കില്ല, വിട്ടേക്കാം. അടുത്തത് അസൂയ ഉണ്ടോ നിങ്ങൾക്ക്? ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം മരണയോഗ്യർ. അസൂയ ഇല്ലല്ലോ അല്ലേ. അടുത്തത് കൊല, പിണക്കം. കൊല, പിണങ്ങിയിരിപ്പുണ്ടോ ആരോടെങ്കിലും? ചേട്ടൻ, അപ്പൻ, അനിയൻ, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മരുമക്കൾ, സഹോദരങ്ങൾ, അയൽവക്കക്കാർ, സഭയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാർ. പിണക്കമുണ്ടോ? നിങ്ങൾ മരണയോഗ്യർ. അടുത്തത് പിണക്കം, കപടം, കപടം എന്ന് പറഞ്ഞാൽ അയ്യോ പാസ്റ്റർ എത്ര നാളായി കണ്ടിട്ട് ഞാൻ ഓർക്കാത്ത ദിവസമില്ല. കപടം ഓർക്കാത്ത എത്രയോ ദിവസങ്ങളുണ്ട്. ചുമ്മാ അടിച്ചു വിടുന്നേ കപടം. അടുത്തത് ദുശീലം എന്നിവ തിങ്ങിയവർ. ദുശീലം, ഓക്കെ, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെയാണ് ഇന്നത്തെ കാലത്ത് പുതിയ ശീലങ്ങൾ. അടുത്തത് കുരളക്കാർ എന്ന് പറഞ്ഞാൽ അകത്ത് ഇങ്ങനെ കയ്പ് വെച്ചോണ്ടിരിക്കുന്നവർ. ഓക്കെ, അടുത്തത് ഏഷണി എന്ന് പറഞ്ഞാൽ എന്നറിയാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ബ്രദറിനോട് പറയാം, നിങ്ങൾക്ക് പാസ്റ്ററെ അറിയാമോ? നല്ല പാസ്റ്റർ. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, നിങ്ങൾ ആരോടും പറയരുത്, ഇത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് 3 പേര് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഇത് നാട് മുഴുവൻ അറിയും. നമ്മൾ ശരിക്കും ഇംഗ്ലീഷൊരു ചൊല്ലുണ്ട്, സത്യം ചെരുപ്പിട്ട് വെളി വരുമ്പോഴേക്കും അസത്യം ഉലകത്തെ 3-4 പ്രാവശ്യം ചുറ്റി വരുമെന്നാണ്. ഈ പ്രാർത്ഥിക്കുന്ന പരിപാടിയാണ് ഗോസിപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ഗമ കാണിക്കുന്നവർ, ഗർവിഷ്ഠന്മാർ. അടുത്തത് ആത്മപ്രശംസക്കാർ, തള്ളുന്നവർ, പുതിയ ദോഷങ്ങൾ സങ്കല്പിക്കുന്നവർ. ഇപ്പൊ പുതിയ ദോഷങ്ങൾ സങ്കല്പിക്കാനുള്ള പുതിയ അടവുകൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ പിള്ളേർക്ക് കല്യാണം പോലും കഴിക്കാൻ താല്പര്യമില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് 18 വയസ്സ് 19 വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികൾ പുര നിറയുക എന്നായിരുന്നു പറയുന്നത്. എങ്ങനെയെങ്കിലും ഇറക്കി വിടുക, കല്യാണം കഴിപ്പിച്ചു വിടുക. ഇന്ന് പെൺപിള്ളേർക്ക് കാശ് കൂടുതൽ, ശമ്പളം കൂടുതൽ. ആൺപിള്ളേർക്ക് ശമ്പളം കുറവാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എൻ്റെ അത്ര ശമ്പളം മേടിക്കാത്ത, എൻ്റെ അത്രയും കപ്പാസിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻ, അവൻ്റെ തുണി വിലക്കി, അവൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി, അവൻ പറയുന്ന ചീത്ത മുഴുവൻ കേട്ട് എന്തിനാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്? അപ്പോൾ ആരെങ്കിലും വേണ്ടേ കൂടെ ഒരു വർത്താനം പറയാൻ? അത് ഞാൻ വർത്താനം പറയുമ്പോൾ, നല്ല കാര്യം പറയാൻ പറയുമ്പോൾ ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങോട്ട് നോക്കിയിരിക്കുക. അയാൾ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്നില്ല, അതുകൊണ്ട് വേണ്ട ഈ പരിപാടി. പിന്നെ ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് അല്ല, വാക്യത്തിലില്ല ഇത്. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഞാൻ ചിരിക്കുമ്പോൾ ചിരിക്കുകയും ഞാൻ കരയുമ്പം കരയുകയും എന്നോട് ആശ്വാസവാക്കുകൾ പറയുകയും ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ ഞാൻ ഉണ്ടാക്കിക്കോളാം. പുതിയ പാവങ്ങൾ. ഇന്ന് നമ്മുടെ ഒരു റൂമിനകത്തേക്ക് വേറൊരാൾക്ക് കയറുമ്പോൾ അസ്വസ്ഥതയാണ്. ബിക്കോസ് സോ മച്ച് പ്രൈവറ്റ് വി ഹാവ് ബിക്കം. മൊബൈൽ ഫോൺ ഇന്നാ പിടിച്ചോ നോക്കിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ ഭയങ്കര പാടാ. ബിക്കോസ് വി ഹാവ് ബിക്കം സോ പ്രൈവറ്റ്. അപ്പോഴാണ് ഒരുത്തിയെ കല്യാണം കഴിച്ച് ഇതെല്ലാം അവരുടെ മുമ്പിലേക്ക്. സോ ഈ പുതിയ സൊസൈറ്റി എന്ന് പറയുന്നത് പ്ലഷറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു കമ്മ്യൂണിറ്റി, പുതിയ പാപങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വി ഹാവ് ചേഞ്ച്ഡ്. അടുത്തത് മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. അത് പണ്ട് തൊട്ടേ ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ളവർ. അടുത്തത് ബുദ്ധിയില്ലാത്തവർ, നിയമലംഘികൾ, നിയമലംഘികൾ ഇവിടെ കുറവാണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഹെൽമെറ്റ് വെക്കാതെ പോകുന്നവർ, സീറ്റ് ബെൽറ്റ്, എല്ലാം നിയമലംഘന. എല്ലാവരും തല്ലിക്കൊല്ലണം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം മരണയോഗ്യർ. വൺ വേ കട്ട് ചെയ്ത് കയറുന്നവരെല്ലാം മരണയോഗ്യർ. കാരണം നിയമലംഘികളാണ്. കൃത്യമായി ടാക്സ് അടയ്ക്കാത്തവർ സകലതും. ഇവിടെ പിന്നെ ഇത്രയൊക്കെ ഭേദമാണെന്ന് തോന്നുന്നു. അത്ര മരണയോഗ്യർ കാണുന്നത്. അടുത്ത വാക്യം. വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. അപ്പോ ഇതൊരു
പാസ്റ്റർ കേട്ടിട്ടുണ്ട് പറഞ്ഞ്, എൻ്റെ പാസ്റ്ററെ ഞാൻ പോക്കാന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിനകത്തൊരു 70% എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സത്യമാണ്. ശരിക്കും ഇത് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത് എന്നാന്നറിയോ? ബൈബിള് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പോക്കാണ്. ഹൃദയം ഇങ്ങനെയാണ്. ഇങ്ങനെ നോക്കിയാൽ നരകത്തിൽ പോകാൻ കൊള്ളാത്തതായിട്ട് ആരുമില്ല. ദർ ഇസ് നോ വൺ. അത് തെളിയിക്കുക പൗലോസ് ചെയ്യുന്നത്. അതായത് ഒരാൾക്കും സ്വന്തം നീതി, ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ മതി അവനെ നരകത്തിലിടാൻ. അപ്പൊ മനുഷ്യന്റെ മെറിറ്റിനെ പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ പാപങ്ങൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. തന്നെയല്ല, പൗലോസ് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്ന് ഉള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും, അതാരെന്നറിയാം? അവരെ, നമ്മളല്ല. നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദൈവത്തിന്റെ 2 റെവലേഷൻ എല്ലാവർക്കും കിട്ടുന്നെന്ന്. ഒന്ന്, ദൈവത്തിന്റെ ശക്തി, പവർ ഇറങ്ങി വരുന്നു, അതൊന്ന്. 2, ദൈവത്തിന്റെ നന്മ, ഗുഡ്നസ്, ഗോഡ്ലിനെസ്, ഗോഡ്ലി ബിഹേവിയർ, ഡിവൈൻ നേച്ചർ. ഇത് ലോകത്തിലുള്ള സകലർക്കും അറിയാം. എന്തറിയാം? ഈ വക പ്രവർത്തിക്കുന്നത് തെറ്റാണ്, പാപമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു ഹിന്ദുവായ മനുഷ്യനോട്, അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരാളുടെ ഒന്ന് ചോദിച്ചു നോക്കിയേ, പിണങ്ങിയിരിക്കുന്നത് ശരിയാണോ? അവരെന്ത് പറയും? അത്യാഗ്രഹം ശരിയാണോ? അവരെന്ത് പറയും? തെറ്റാന്നേ പറയുള്ളൂ അല്ലേ? ദുഷ്ടത, ഇതെല്ലാം തെറ്റാന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ബൈബിള് കയ്യിലുള്ള നമുക്കും അറിയാം, ബൈബിള് കയ്യിലില്ലാത്ത അവർക്കും അറിയാം. നമുക്കത് ന്യായപ്രമാണം കൊണ്ടറിയാം, അവർക്കത് മനസാക്ഷി കൊണ്ടറിയാം. ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് മനസാക്ഷി കൊണ്ടറിയാം, ന്യായപ്രമാണമുള്ളവർക്ക് പ്രമാണം കൊണ്ടറിയാം. കള്ളം പറയുന്നത് പാപമാണ്, അതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. കപളം എന്നുള്ളതിനകത്ത് വേണം ഉൾപ്പെടുത്താം. വ്യഭിചാരം, ആ പാപത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. കൊല പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വിഭാഗം മാത്രമാവുന്നുള്ളൂ. ഇതെല്ലാം പാപമാണെന്ന് വെളിയിലുള്ളവർക്കും അറിയാം. കാരണം ദൈവം ന്യായം വിധിക്കുമ്പോൾ ബൈബിൾ ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒരുപോലെ ന്യായം വിധിക്കാൻ എല്ലാവരുടെ ഉള്ളിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം മരണയോഗ്യർ. അതിനാ മനസാക്ഷി പ്രയോജനപ്പെടുന്നത്. മനസാക്ഷി നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. ചില ആൾക്കാർ വിശ്വസിക്കുന്നത് സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്തവർ നല്ല മനസാക്ഷി വെച്ച് സ്വർഗത്തിൽ പോകുന്നതാണ്. പിതാവിന്റെ അടുക്കിലേക്ക് പോകാൻ യേശുക്രിസ്തു അല്ലാതെ ഒരു നല്ല മനസാക്ഷിയും വർക്ക് ചെയ്യത്തില്ല. ഞാനൊരു ദിവസം ഒരു ചർച്ചിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളെന്നോട് ചോദിച്ചു, പാസ്റ്ററെ, എത്രയോ നല്ല മനുഷ്യരും മറ്റു മതങ്ങളിലൊക്കെ ഉണ്ട്, അവരെല്ലാവരും നരകത്തിൽ പോകുന്നതാണോ പാസ്റ്റർ പറയുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അതിൽ നല്ല മനസ്സുള്ളവരെല്ലാം സ്വർഗത്തിൽ പോകുന്ന വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് 2 ചോദ്യമുണ്ട്. ഒന്ന്, ഈ നല്ല മനസ്സുള്ളവരെ കുറേ പേര് സ്വർഗത്തിൽ പോകുമായിരുന്നു എങ്കിൽ, അങ്ങനൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അവരെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോയാൽ പോരായിരുന്നു. എന്തിനാണ് ഈ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇത്രയും കഷ്ടപ്പെട്ടത്? ഒരാളെങ്കിലും സ്വർഗത്തിൽ സ്വന്തം മനസാക്ഷി വെച്ച് പോകാൻ പറ്റുന്നവൻ ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ. 2, നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പം, സുവിശേഷം കേട്ടിട്ടില്ലാത്തവരാണല്ലോ മനസാക്ഷി കൊണ്ട് രക്ഷപ്പെടുന്നത്. അപ്പം നമ്മൾ അവരുടെ സുവിശേഷം പറഞ്ഞാലുള്ള പ്രോബ്ലം, 100 പേര് കേട്ടാൽ ഒരാളായിരിക്കും ചിലപ്പോൾ അംഗീകരിക്കുന്നത്. അപ്പോൾ 99 പേരും സുവിശേഷം കേട്ട് തള്ളിക്കളഞ്ഞവരാണ്, അല്ലേ? അതേസമയത്ത് നിങ്ങളവിടെ പോയിട്ട് നല്ല മനസാക്ഷിയുള്ളവരാകണമെന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് മിണ്ടാതിരിക്കുവാണെങ്കിൽ 100ൽ 90 പേരും അത് സമ്മതിക്കും. ശരിയാ പാസ്റ്ററെ, നല്ല മനസാക്ഷിയുള്ളവരാകണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നോബൽ സമ്മാനം കിട്ടും സമാധാനത്തിനുള്ള. എല്ലാവരും നല്ല മനസാക്ഷിയുള്ളവരാക്കുവാണല്ലോ. അതല്ലേ കുറച്ചുകൂടെ നല്ലത് ഈ 99 പേര് നരകത്തിൽ പോകുന്നതിനേക്കാളും? പിന്നെ എന്തിനാണ് ഇടർച്ചയായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? ഞാൻ അവരോട് ചോദിച്ചു. എന്തിനാ കർത്താവ് ഇത്രയും ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് കഷ്ടപ്പെട്ടത്? നീതിമാന്മാരായ കുറെ ആൾക്കാർ ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പോൾ അവർ പറയാ, യേശു ക്രിസ്തു ഇത്രയും കഷ്ടപ്പെട്ടു എന്ന് വല്ലതും പറയാനുണ്ടോ? അതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെട്ടെന്ന് എത്രയും മനുഷ്യരുണ്ടെന്ന്. ഇതൊരു പാസ്റ്ററുടെ ഭാര്യയായിട്ടുണ്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഉടനെ പറഞ്ഞു, അവിടെ കുറെ സഹോദരിമാരുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളും ഈ ചുറ്റും നിൽക്കുന്നവരെല്ലാം നരകത്തിൽ പോകുന്നു പറഞ്ഞു. യേശുക്രിസ്തു അല്ലാതെ വേറൊരു വഴിയും ഇല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് പൗലോസ് ഇതെല്ലാം പറയുന്നത്. എന്തിനു വേണ്ടിയാണ് പൗലോസ് ഇതെല്ലാം പറയുന്നത്? നമ്മൾ ഇതുവരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? റോമാലേഖനം 1, 2, 3 പഠിച്ചു വരുമ്പോഴേക്കും കുറെ കാലഘട്ടം പോകും. ഒറ്റയടിക്ക് 3:9 ഇത്രയേ ഉള്ളൂ. ഒരുത്തനും ഇല്ല. സമാധാനമായല്ലോ എല്ലാവർക്കും? അതിനർത്ഥം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഞാനോ
പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ തമ്മിൽ ദൈവത്തിന് മുമ്പിൽ ഒരു മെറിറ്റിൽ വ്യത്യാസവുമില്ല. എല്ലാം പോക്കാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. നമ്മൾ അന്വേഷിക്കുന്ന ദൈവത്തെ അല്ല, നമ്മൾ അന്വേഷിക്കുന്നത് നമുക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോന്നാ. അതൊരിക്കലും ദൈവത്തെ അന്വേഷിക്കാൻ ആരത് പറഞ്ഞെന്ന് ഓർമ്മയില്ല. പണ്ടാരോ, ഞാനിപ്പോൾ അടുത്ത കാലത്തെങ്കിലും പുസ്തകങ്ങളൊന്നും വായിക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ ജ്ഞാനം വെളിയിൽ നിന്നില്ല, എങ്കിൽ പോലും എനിക്കത് ഓർമ്മ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പോലീസുകാരനെ കള്ളൻ കാത്തിരിക്കുന്ന പോലെയാണ് മനുഷ്യൻ ദൈവത്തെ കാത്തിരിക്കുന്നത്. ഒരു പോലീസുകാരൻ എങ്ങനെയാണ് കള്ളൻ കാത്തിരിക്കുന്നത്? ഓടി രക്ഷപ്പെടാൻ വേണ്ടിയാണോ അതോ പോലീസുകാരനെ പോയി കെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണോ? കള്ളൻ എന്തിനാണ് നോക്കിയിരിക്കുന്നത്? രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവോ? പാപിയായി ഞാൻ നീതിമാനായ ദൈവത്തിൻ്റെ അടുത്തേക്ക്, ഹലോ ദൈവമേ, കാണാൻ എത്ര നാളായിട്ട് ആഗ്രഹിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ട് ചെല്ലാൻ പറ്റുമോ? ഇല്ല. കാരണം യേശുക്രിസ്തു ആരാന്ന് വെളിപ്പെട്ടപ്പോൾ പത്രോസ് എന്താ ചെയ്തേ? ചത്താ മതി എന്നാ തോന്നുന്നേ. കാരണം ദൈവത്തിന് മുമ്പ് നിൽക്കാൻ യോഗ്യതയില്ല. അങ്ങനെ ദൈവത്തെ അന്വേഷിച്ചാലും ആർക്കും പറ്റില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനുണ്ടോ? ആരുമില്ല. 3:19 റോമാലേഖനം 3:19. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു. വളരെ ഡ്രമാറ്റിക് ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരോട് പ്രസ്താവിക്കുന്ന അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അപ്പോ എങ്ങനെയാണ് ഈ വായെല്ലാം അടയുന്നതെന്നറിയോ? നമ്മൾ നാട് നീളെ പോയി നിങ്ങൾ നന്നാകും ഇല്ലേ? എങ്ങനെയല്ലേ പ്രസംഗിക്കുന്നത് അല്ലേ? പാസ്റ്റർമാർ സാധാരണ എങ്ങനെ പ്രസംഗിക്കുന്നത്? ഇവിടെ അല്ല, എല്ലായിടത്തും ഈ പ്രസംഗത്തോടെ നിങ്ങൾ നന്നായിക്കണം, അങ്ങനെയല്ലേ? 2 തരം പ്രസംഗങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, ഇതോടെ ഇന്ന് വിടുതല, അത് ഇഷ്ടം പോലെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് കേട്ട് മടുത്തു. കുറെ പേര് അത് ഉപേക്ഷിച്ച് നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. പിന്നെ ചെന്ന് കഴിയുമ്പം വിശുദ്ധിയുടെ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു വിശുദ്ധിയുടെ പ്രസംഗം പ്രസംഗിക്കാൻ പോകണേ, 1 മിനിറ്റേ പ്രസംഗിക്കുള്ളൂ, 1 സെക്കൻഡ്. ഈ വിശുദ്ധിയുടെ പ്രസംഗത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾ ആലോചിച്ചോണം. ഓക്കെ, ഞാൻ പറയാൻ പോകണം. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗത്തിൽ പോവുകയില്ല. ശരിയാണോ? ശരിയാന്നുള്ളൊരുന്ന് കൈവക്കി, ശരിയല്ല എന്നുള്ളൊരുന്ന് കൈവക്കി. എങ്ങനെയായാലും കുഴപ്പമില്ലാത്തവരും കൈവക്കും. അപ്പൊ നിങ്ങൾക്ക് എന്നോടൊരു ചോദ്യം ചോദിക്കാം. സംഗതി സത്യമാണ്. എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചേ, പാസ്റ്റർ സ്വർഗത്തിൽ പോവും? ഞാൻ പോവും. അങ്ങനല്ല, ഇപ്പം ഞാൻ പ്രസംഗിക്കാൻ നിൽക്കില്ലല്ലോ ഇവിടെ. അപ്പൊ ഇനി സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആയാൽ മതി? ആരെ പോലെ ആയാൽ മതി? പറ. ഞാൻ പോകും, നിങ്ങളാരും പോകാൻ പോകുന്നില്ല. അപ്പൊ സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആയാൽ മതി? നിങ്ങളെന്താ മിണ്ടാത്തെ? എന്നെ പോലെ ആയപ്പോരെ? ആയപ്പോരെ? അപ്പൊ ഇനി പിതാവിൻ്റെ അടുത്തേക്കുള്ള പുതിയ വഴി ആരാ? ഈ പ്രസംഗത്തിന്റെ കുഴപ്പം എന്താണെന്നറിയോ? ഇത് ഇപ്പൊ കിട്ടുന്നുള്ള പ്രസംഗത്തെക്കാൾ അപകട. അവിടെ ഞാനാണ് നീതി, ഞാനാണ് സ്വർഗത്തിൽ പോകാനുള്ള നീതിയുടെ സ്റ്റാൻഡേർഡ്. എന്നാൽ ആദ്യം പറഞ്ഞത് കറക്റ്റാ, വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നമ്മളാരും സ്വർഗത്തിൽ പോകില്ല, അത് ശരിയാ. പക്ഷേ അത് നിങ്ങളാണ്, ഞാനല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കുണ്ടല്ലോ നമുക്ക് ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം കുറേ നേരം നമ്മൾ കേട്ടത് വിടുതൽ വിടുതൽ എന്ന് കേട്ടിട്ട് അതങ്ങ് നിന്നല്ലോ. ഇപ്പൊ കേൾക്കുന്നത് എന്താ? വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്. എൻ്റെ ബ്രദറെ, നല്ല പ്രസംഗമായിരുന്നു. വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. എന്താ പ്രസംഗിച്ചത്? വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗത്തിൽ പോകില്ല എന്ന് പ്രസംഗിച്ചേ. പുള്ളി പോവോ? അത് ഞങ്ങൾ ആലോചിച്ചില്ല. കുഴപ്പമല്ലേ മൊത്തം? കാരണം ഈ പ്രസംഗിക്കുന്ന ആളും ഫ്രണ്ടിലിരിക്കുന്ന നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് പൗലോസ് പറയുന്നത്. There is no difference between you and me. അപ്പൊ ഞാൻ നിങ്ങളെ എങ്ങനെ നന്നാക്കും? അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴേ എനിക്ക് വലിയ വിശുദ്ധിയുടെ പ്രസംഗമൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നേ, ഞാനും പോക്കാന്നുള്ള കാര്യം. അപ്പൊ എൻ്റെ വായ അടഞ്ഞു. ഇനി ഞാൻ മിണ്ടത്തില്ല ഒരിടത്തും. കാരണം എന്താ? അപ്പൊ സകല വായു അടഞ്ഞ എങ്ങനെയാ? യഹൂദന്മാരെല്ലാം നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന പ്രസംഗിച്ചു നടന്നപ്പോഴാണ് കർത്താവ് ഒന്ന് ഉയരത്തിലെ നീതി വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ ഇനി മിണ്ടിയിട്ട് കാര്യമില്ല, ഞങ്ങളും പോക്കാണ്. ദൈവത്തിന്റെ ദർശനം കണ്ടപ്പോൾ യെശയ്യാവിന് മനസ്സിലായി, അവരും ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ളവരാ,
എനിക്കൊരു വ്യത്യാസവും ഇല്ല, ഞാനും ശുദ്ധിയില്ലാത്ത അതരങ്ങളുണ്ട്, അവരുടെ ഇടയിൽ തന്നെ താമസിക്കുന്ന അവരിലൊരാളെ പോലെ തന്നെയാണ്, ഒരു ഭേദവും ഇല്ല. ഞാൻ അവർ ഇത്രയും നേരം ഉപദേശിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ എൻ്റെ വായു അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ കർത്താവ് ഒന്നും കൂടെ പറഞ്ഞു വിടുക, ഇനി നീ പോയിട്ട്, നീയും പാപിയാണല്ലോ, ഈ പാപികളെല്ലാം രക്ഷിക്കാൻ വരുന്ന മെശിഹായെ കുറിച്ച് പറ. അത് ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ അധ്യായത്തിൽ തന്നെ. ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പോകുന്നില്ല, കാരണം അത് കേൾക്കുന്നവരുടെ എല്ലാം ചെവി അടഞ്ഞു പോകും. അത്ര അവിശ്വസനീയമാണ് ആ ദൂത്. ഞാനും പാപിയാണ് എന്നുള്ള റെവലേഷൻ യെശയ്യാവിന് കിട്ടിയ ശേഷമാണ് 7-ാം അധ്യായം തൊട്ട് മിശിഹായെ കുറിച്ചുള്ള പ്രവചനങ്ങൾ വരുന്നത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. 9-ാം അധ്യായം വരുമ്പം നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് യെശയ്യാ പ്രവാചകന്റെ അവസാനം വരെയും ആ മെസ്സിയാനിക് പ്രോഫസിയ മരണം വരെയും അതിനുശേഷമുള്ള ഗ്ലോറിയിലേക്കും പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അതാർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ യെശയ്യാവിന് പ്രവചിക്കാൻ അതിന് ആദ്യം ആവശ്യമായിരുന്നു ഈ ബ്രോക്കൺനെസ് ആണ്. ഞാനും ഈ ജനത്തെ പോലെ കരുണ അർഹിക്കുന്നവനാണ്, ഒന്നും മെറിറ്റ് പറയാനില്ലാത്തവനാണ്. ആ ഒരു ബോധമാണ് യഥാർത്ഥ ക്രിസ്ത്യൻ ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. അതില്ലാത്ത ആൾക്ക് പ്രസംഗിക്കാൻ സാധ്യമല്ല. അതില്ലാത്ത ആൾ പ്രസംഗിക്കുന്ന മോറൽ ടീച്ചിങ് ആണ്. ഇറ്റ്സ് നോട്ട് ദ ഡോക്ട്രിൻ. ഞാൻ അനർഹനാണ്, എനിക്കൊരു മെറിറ്റുമില്ല, ഞാനിവിടെ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് എന്ന് ബോധ്യമില്ലാത്ത ഒരാൾക്കും ഈ ഡോക്ട്രിൻസ് പ്രസംഗിക്കാൻ പറ്റില്ല. അവർക്ക് മോറൽ ടീച്ചിങ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നെ പോലെ നിങ്ങളാകെ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും വായ അടഞ്ഞ കാര്യം മനസ്സിലായല്ലോ. എന്തിനാ അടഞ്ഞത്? സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതിന്. എന്തിനാ അങ്ങനെ ചെയ്ത ദൈവം? അങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട്. നമ്മുടെ ബുദ്ധിയൊന്നുമല്ല ദൈവത്തിന്റെ ബുദ്ധി. ഇപ്പോ ഒരു നല്ല മനുഷ്യൻ, ഒരു ചീത്ത മനുഷ്യൻ, ഇപ്പൊ ആരും എക്സാമ്പിൾ പറയുന്നില്ല, എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാവും, അതുകൊണ്ട് ഞാൻ A, B എന്ന് വിളിക്കാം. മിസ്റ്റർ A നല്ല മനുഷ്യൻ, സൽഗുണസമ്പന്നൻ, ആൾക്കാർക്ക് കാശ് വാരിക്കോരി കൊടുക്കുന്നവൻ, കള്ളു കുടിക്കാത്തവൻ, സിഗരറ്റ് വലിക്കാത്തവൻ, മുഖം ഷേവ് ചെയ്ത് കുമ്പളങ്ങ മുഖമാക്കിയവൻ, വെള്ള വസ്ത്രം ധരിക്കുന്നവൻ, ആഭരണം ഊരിയവൻ, ആശുപത്രി പോലും പോകാത്തവൻ, ഡീസൻറ്റ്. ക്രിസ്തുവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നീതിയെക്കുറിച്ച് മാത്രം, മനുഷ്യനീതിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞു. മറ്റേ ആൾ കള്ളുകുടിയൻ, മോഷ്ടാവ്, ജയിലിൽ നിന്ന് ഇറങ്ങി പിന്നെയും മോഷ്ടിച്ച് ജയിലിൽ പോയവൻ, കൊലപാതകൻ, കഞ്ചാവ് പോക്കറ്റിലും വായിലും എല്ലാം ഉള്ളവൻ, മൂക്കിലും എല്ലാം ഉള്ളവൻ. ഇവർ രണ്ടുപേരും മരിച്ചു എന്ന് വിചാരിച്ചോ. ഇതൊരു കഥയായിട്ട് വിചാരിച്ചാൽ മതി, വലിയ പാടാ ഇങ്ങനത്തെ കഥ പറയാൻ. ഒരാൾ സ്വർഗത്തിലേക്കും ഒരാൾ നരകത്തിലേക്കും പോവുകയാണെങ്കിൽ ഇതിൽ ആര് പോവും? ന്യായമായിട്ടോ ആരാ പോകേണ്ടത്? അല്ലേ? ഈ പുള്ളിയല്ലേ? ശരിയല്ലേ? പക്ഷെ അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. ഈ ഡീസൻ്റ് അയാളെ സ്വർഗത്തിൽ കൊണ്ടുപോയ ദൈവം നീതിമാനല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ദൈവത്തിൻ്റെ ബുദ്ധി. ഇവൻ്റെ വായ അടയ്ക്കണോ ഇപ്പം അത്യാവശ്യമായിട്ട്? ഇവൻ മറ്റവനെ ദുഷിച്ചുകൊണ്ടിരിക്കുക. ഇവൻ പറയാം നീയൊക്കെ മര്യാദയ്ക്ക് ജീവിക്കണ്ട, ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ കണ്ടോ നീ നരകത്തിലോട്ട് പോകുന്നു, നീ ദുഷിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ എൻ്റെ വായ അടയ്ക്കണം എത്രയും പെട്ടെന്ന്. എങ്ങനെ അടയ്ക്കും? അപ്പൊ പറയുവാണ് ബിയോട്, എടാ ഞാൻ നിന്നോട് എത്ര നാളായിട്ട് നിന്നെ കാണുമ്പോഴെല്ലാം പറയുന്നു മാനസാന്തരപ്പെടും, മര്യാദയ്ക്ക് ജീവിക്ക്. അപ്പോ നീ കണ്ടോ ഇപ്പൊ നരകത്തിലേക്ക് പോകുന്നത്, ഞാൻ സ്വർഗത്തിലേക്ക് പോവാ, കണ്ടോ? അന്നൊരു ദുഷ്ടനായ മനുഷ്യൻ, അതായത് ഈ കള്ളുകൂടിയനായ മനുഷ്യൻ പറയാണ്, ഇത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് നീതിയല്ല എന്നെ നരകത്തിൽ വിടുന്നത്. അതെന്താ കാര്യം? നീ ജനിച്ചത് നല്ലൊരു വീട്ടിൽ, നിന്നെ നല്ല മോറൽ ഇൻസ്ട്രക്ഷൻ തരാൻ ആൾക്കാരുണ്ടായിരുന്നു, നിന്നെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു. വഴി കിടക്കുന്ന കാശ് എടുക്കേണ്ട കാര്യം പോലും നിനക്കില്ലായിരുന്നു. നിന്റെ പോക്കറ്റിൽ ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു, മാതാപിതാക്കൾ നിന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തന്നു. റോഡിൽ കാശ് കിടക്കുമ്പോൾ നമ്മുടെ അല്ല മോനെ, അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് എടുത്തു കൊടുത്താലും നിനക്ക് വിഷമമില്ലായിരുന്നു, കാരണം നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ജനിച്ചത് റോഡിൽ, എൻ്റെ അപ്പനും അമ്മയും ഞാൻ ജനിച്ചപ്പോഴേ എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് അറിയത്തില്ല. തെരുവിൽ ഞാൻ വളർന്നു, ഡ്രഗ് അഡിക്ട്സ് ആണ് എന്നെ വളർത്തിയത്, അവരുടെ കൂടെ വളർന്നു. എനിക്ക് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞില്ല. എന്നെ സംബന്ധിച്ച് ആഹാരം കഴിക്കണമെങ്കിൽ മോഷ്ടിക്കണമായിരുന്നു. ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ദൈവമേ എന്തുകൊണ്ട് എന്നെ ഇവൻ്റെ വീട്ടിലും അവനെ എൻ്റെ വീട്ടിലും ജനിപ്പിച്ചില്ല? ഞാൻ അവൻ്റെ വീട്ടിൽ ജനിച്ച് നീതിമാനായി മാറിയനെ. ഞാൻ ജനിച്ച അന്തരീക്ഷത്തിൽ വളർന്നെങ്കിൽ ഇവൻ അനീതിയുള്ളവൻ,
എൻ്റെ സ്ഥാനത്ത് അവനായിരുന്നേനെ. ശരിയല്ലേ? ന്യായമാണോ? ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന എന്താണ്? അവന്റെ മെറിറ്റ് അല്ല. നിങ്ങൾ ശാസ്ത്രമായിട്ട് നോക്കിയാലും സോഷ്യോളജിയിൽ നോക്കിയാലും ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന അവനല്ല, അവനൊരു അടിമയാണ്. അവന്റെ ജനറ്റിക്സും അവൻ വളർന്നു വന്ന എൻവയറൺമെന്റുമാണ് അവന്റെ ക്യാരക്ടറിനെ നിർവചിക്കുന്നത്. ഹീസ് ഓൺലി എ സ്ലേവ്. ഹീസ് ബോൺ ഇൻ സിൻ ആൻഡ് ഹി ക്യാൻ ഓൺലി ഡു സിൻ. കാരണം ദാറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഹിം, ദാറ്റ്സ് ബിക്കോസ് ഓഫ് എവറിത്തിങ് ഇൻ ഹിം. അപ്പോൾ ഞാൻ മനഃപൂർവ്വമായി പാപം ചെയ്ത് പാപിയാകുന്നതല്ല. ഐ എം ബോൺ ഇൻ ദാറ്റ് എൻവയറൺമെന്റ്. ഐ എം ബോൺ വിത്ത് ദോസ് ജീൻസ്. അപ്പൊ ഇവനെ നരകത്തിൽ വിടുന്നത് ശരിയാണോ? മറ്റവനെ സ്വർഗത്തിലും? കാരണം സാഹചര്യങ്ങൾ രണ്ടായിരുന്നു. ഈ അമേരിക്കയിൽ ഒരു പെൺകുട്ടിയുടെ കഥ യൂട്യൂബിലുണ്ട്. എനിക്ക് ആ പെൺകുട്ടിയുടെ പേര് ഞാനൊരു 3-4 മാസമായിട്ട് ആലോചിക്കുന്നു, കിട്ടുന്നില്ല. കിട്ടുവാണെങ്കിൽ ഈ 3-4 ദിവസത്തിൽ കിട്ടുവാണെങ്കിൽ നിങ്ങളോട് പറയാം. ഈ കുട്ടിയെ ആ കുട്ടിയുടെ അനിയനും, ഒരു പെൺകൊച്ചിൻ്റെ അനിയനും, രണ്ടുപേരെ ഒരു പാസ്റ്റർ അഡോപ്റ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂത്ത കൊച്ച്, ഈ പെൺകൊച്ച്, ഇളയ അനിയൻ്റെ മുഖം ഭിത്തിയിൽ വെച്ചിങ്ങനെ ഉരയ്ക്കുക. എന്തോയി കാണിക്കുന്ന വെച്ചുകൊണ്ട് ഓടി വന്ന് അവരെ സെപ്പറേറ്റ് ചെയ്തു. നോക്കിയപ്പോൾ ഇവളുടെ ബാഗിനകത്ത് മുഴുവൻ കത്തി, ബ്ലേഡ്, മാരകായുധങ്ങളാണ്. 3 വയസ്സ് കണ്ടേ ഉള്ളൂ ആ കൊച്ചിനെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് വയസ്സ് ഓർമ്മയില്ല. കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ എന്താ സംഭവം? ഇവളുടെ അപ്പനും അമ്മയും, യഥാർത്ഥ അപ്പനും അമ്മയും, ബയോളജിക്കൽ പേരൻസ് ഭയങ്കര ക്രൂവലായിരുന്നു. ഇവളെ ശരിക്കും ചെറുപ്പത്തിൽ തന്നെ മർദ്ദിച്ചിട്ടുണ്ട്. ഇവൾ നിലവിളിച്ച് കരയുമ്പം അവർ മൈൻഡ് ചെയ്യാതെ പോകും. ഇവൾക്ക് എല്ലാവരോടും വെറുപ്പായ ചെറുപ്പത്തിലെ. അപ്പോൾ തെറാപ്പിസ്റ്റിനോട് പറഞ്ഞത്, മനുഷ്യരൊന്നും ശരിയല്ല, എല്ലാവരും ഞാൻ കൊല്ലും. ആദ്യം ആരെ കൊല്ലും? ആദ്യം ആങ്ങളെ കൊല്ലും, പിന്നെ എൻ്റെ വളർത്തമ്മയും കൊല്ലും, എല്ലാവരെയും ഞാൻ കൊല്ലും. ആരും നല്ലതല്ല. നോ വൺ ഈസ് ഗുഡ്. എത്രയോ നാളത്തെ തെറാപ്പി കഴിഞ്ഞാണ് അവൾ നോർമലായത്. ചർച്ചിലെ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോഴും സൈക്കോ തെറാപ്പിസ്റ്റുകൾ പറയുന്നുണ്ട്, ഏത് സമയത്തും ഈ പഴയ സ്വഭാവം, ഈ വയലൻസ് ഉള്ളിൽ നിന്ന് വരാം. അപ്പോൾ അവൾ എന്തുമാത്രം ഹീലായിട്ടുണ്ടെന്ന് അറിയാൻ അവളുടെ ചെറുപ്പത്തിലെ വീഡിയോ കാണിച്ചു കൊടുത്തു. ഇവിടെ വയലൻസ് കാണിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുത്തു. ഇവൾ ഉറക്കെ കരഞ്ഞു. അപ്പോഴാണ് കൗൺസിലർ പറയുന്നത്, അവളുടെ ഇമോഷൻസ് അവൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം അതർവൈസ് ഷീ കനോട്ട് എക്സ്പ്രസ് ദ ഇമോഷൻസ്. സങ്കടം അറിയില്ല, വേറെ ആളുടെ വേദന അറിയില്ല. ആ കൊച്ചു നരകത്തിൽ പോയാൽ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? അപ്പൊ പ്രവൃത്തികൾ വെച്ച് ദൈവം വിധിക്കുകയാണെങ്കിൽ, ഇഫ് ഈസ് ലുക്കിംഗ് ഓൺലി അറ്റ് ദ വർക്ക്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, വിൽ ഗോഡ് ബി ജസ്റ്റിഫൈഡ് ഇൻ ഡൂയിങ് ദാറ്റ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇതൊന്നും ലോകത്തിൽ ഒരു മതവും ചിന്തിച്ചിട്ടില്ല. അത് ഇവിടെ കർത്താവ് ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് പറയാണ്, മിസ്റ്റർ എ, മിസ്റ്റർ ബി, നിങ്ങൾ രണ്ടും പോക്കാണ്. സമാധാനമായില്ലേ? ദൈവം എന്ത് ചെയ്യുന്നറിയോ? ഈ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവര്, പല ജനറ്റിക് സ്വഭാവമുള്ളവര്, ഇവരെല്ലാവരും ദൈവം അവരുടെ ഫീൽഡ് അങ്ങ് ലെവലാക്കി കൊടുത്തു. എങ്ങനെ ലെവലാക്കിയത്? ഓൾ ആർ അണ്ടർ സിൻ. അപ്പൊ എന്താ അതിനകത്ത് വന്ന പ്രധാന പ്രത്യേകത? എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് നള്ളിഫൈ ചെയ്തു. എവരി വൺ ഈസ് എ സിന്നർ. ചിലർ ആ സിൻ എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ കറക്റ്റ് സാഹചര്യം വന്നാൽ ആ സിൻ എക്സ്പ്രസ് ചെയ്യും. ചിലരത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ദൈവം ലെവൽ പ്ലേയിങ് ഫീൽഡ് ആക്കി. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദാമിന്റെ വിത്ത് നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരുപോലെ ഉണ്ട്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നത് പല രീതിയിലാണ്. നമ്മുടെ ട്രെയിനിങ്ങിനെ ആസ്പദമായി നമ്മൾ എങ്ങനെ വളർന്നു എന്നുള്ള അന്തരീക്ഷത്തിലും അത് മാറുമെന്നുള്ളതല്ലാതെ ദ സിൻ നേച്ചർ നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധ്യമല്ല. അപ്പൊ ദൈവം നോക്കുമ്പോൾ സകല മനുഷ്യരും ഒരുപോലെ, എല്ലാവരുടെ ശബ്ദം ദൈവം അടച്ചു കളഞ്ഞു. ആരും ഇനി വേറൊരു സഹോദരനെ നോക്കി ഞാൻ നീതിമാനെന്നും അയാൾ നീതിമാനല്ല എന്നും പറയണ്ട. രണ്ടും പോക്കാണ്. മനസ്സിലായോ എൻ്റെ ലോജിക്ക്? ശരിയാണോ ഇപ്പൊ പറഞ്ഞത്? ഇതല്ലേ നീതി? എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ ആരായാലും വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടും. ഇപ്പൊ ഫീൽഡ് ലെവലായില്ലേ? അപ്പൊ ബിക്കും വിശ്വസിച്ച് രക്ഷപ്പെടാം, എക്കും വിശ്വസിച്ച് രക്ഷപ്പെടാം. ഏതാ നീതി? വിശ്വാസത്താൽ രക്ഷിക്കുന്നതാണോ നീതി? പ്രവൃത്തിയാൽ രക്ഷിക്കുന്നതാണോ നീതി? പറ, ഏതാ നീതി? നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ല, അതെന്താ ബ്രദറെ പ്രവൃത്തി വേണ്ടേ ബ്രദറെ? ചോദിച്ചിട്ടില്ലേ? നിങ്ങൾ മനസ്സിൽ ചോദിച്ചിട്ടില്ല, അതെങ്ങനെ ശരിയാവും? ഈ വിശ്വാസത്താൽ ഒരാൾ നീതീകരിക്കുന്ന എന്താ? പ്രവൃത്തി വേണ്ടേ? ഈ പ്രവൃത്തി എവിടെ നിന്നാ വരുന്നേ?
അത് നമ്മളങ്ങനെ ചോദിക്കേണ്ട ഒരു കാരണമുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ചോദ്യം ആണ് അവിടുത്തെ പ്രശ്നം. പല ആൾക്കാരും വിശ്വാസം എന്ന് വിചാരിക്കുന്ന സഭയിലെ നല്ല വിശ്വാസി. അതല്ല വിശ്വാസം. അതെന്താ നമുക്ക് പതുക്കെ നോക്കാം. ഇനി 20-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ, കാരണം ഇത് അനുസരിക്കാനുള്ള കപ്പാസിറ്റി ഇസ് ഡിഫറെന്റ്. ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഓക്കെ, ഈ പഴയ കാരണവന്മാരെ 50 പൈസയ്ക്ക് വരെ കണക്ക് പറയുന്നത് കണ്ടിട്ടുണ്ടോ? പിള്ളേർക്കാണോ പ്രായമായവർക്കാണോ പൈസയുടെ വില കൂടുതൽ അറിയാവുന്നത്? പറ. പ്രായമായവർക്ക് അല്ലേ? അവർ 50 പൈസയ്ക്ക് വേണ്ടി തർക്കിക്കും. കാരണം എന്താ? അവർ അധ്വാനിച്ചപ്പം അന്ന് അത്രയും കഷ്ടപ്പെട്ട ഈ 50 പൈസയ്ക്ക് വേണ്ടി. അവർക്ക് ഓർമ്മയുണ്ട്. 50 പൈസ എന്ന് ഓർക്കുമ്പോൾ എന്താണ് പറയുന്നത്? 4 അണ അല്ലെ 8 അണ എന്നാണ് പറയുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ അത്? അവരെ 8 അണ കിട്ടാൻ വേണ്ടി അന്ന് ഒരു ദിവസത്തെ കൂലി 2 രൂപയായിരിക്കും. അവരുടെ അധ്വാനം. അമ്മ പറയും, കാർന്നോര് അറുത്ത കൈക്ക് ഉപ്പിടാത്ത പിശുക്കനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ്സ് ഹൗ ദേ വെയർ ബ്രോട്ട് അപ്പ്. ഇന്ന് പിള്ളേർക്ക് പേരൻസ് വാരിക്കോരി കൊടുക്കുന്നവർക്ക് അവർക്ക് പൈസയുടെ വില അറിയില്ല. അതവർ നല്ലവരായതുകൊണ്ടല്ല, ആ സർക്കംസ്റ്റാൻസസ് മാറുന്നതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. 20-ാം വാക്യം, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ നീതിമാന്മാരാകണമെന്ന് നിർബന്ധമില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ 10 കൽപ്പനകളിൽ 10 അനുസരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഈസി അല്ലേ? നമുക്ക് എത്ര ദൈവമുണ്ട് അതും അറിയത്തില്ലേ? ഏകദൈവമേ ഉള്ളൂ. ഓക്കെ, മോയിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് താഴെ വെള്ളത്തിലുള്ള യാതൊന്നിന്റെ പ്രതിമയോ സദൃശമോ ഉണ്ടാക്കരുത്, വണങ്ങരുത്. പടം വരയ്ക്കാൻ പോലും അറിയാൻ വയ്യാത്ത ഞാനൊരൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, വണങ്ങാനും പോകുന്നില്ല. 2 ഈസി. 3 ദൈവത്തിന്റെ നാമം വൃഥ എടുക്കരുത്. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. പല ആൾക്കാരും വിചാരിക്കും ദൈവമേ സ്തോത്രം എന്ന് എപ്പോഴും പറയുന്നതാണ് ഈ ദൈവത്തിന്റെ നാമം വെറുതെ എടുക്കുന്നതെന്ന്. അല്ല, അതല്ല. എപ്പോഴും സ്തോത്രം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ വെറുതെ എടുക്കുന്ന എപ്പോഴാണെന്നറിയോ? നിന്നോട് ദൈവം ചോദിച്ചോളൂടാ എന്ന് പറയത്തില്ലേ? എൻ്റെ കൂടെ ദൈവമുണ്ട്, അതിൻ്റെ അവൻ്റെ കൂടെ ഇല്ലേ? നിങ്ങൾ ആരാ? ഇത് ദൈവത്തിന്റെ നാമം ചുമ്മാ എടുക്കുന്ന എൻ്റെ ഏതോ ഗുണ്ടയെ പോലെ. എനിക്കാണ് തിരിച്ചു തല്ലരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണത്തടിച്ച് ഞാൻ തിരിച്ചു കാണും. പക്ഷെ ഞാൻ ഇങ്ങനെ കാണിച്ചാലും ദൈവം എന്ന ഒരാൾക്ക് ഞാൻ 10% വെച്ച് കൊടുക്കുന്നുണ്ട്. അവൻ നിന്നെ എടുത്തോളും എന്ന് പറയുന്നതാണ് ഈ വെറുതെ എടുക്കുക എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നാമത്തെ വെറുതെ എടുക്കുക. നിങ്ങൾ ദൈവത്തെ വെച്ച് ബാർഗെയിൻ ചെയ്യരുത്. ദൈവം നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. ദൈവം നിങ്ങളോട് കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക യോഗ്യതകളൊന്നുമില്ല. അപ്പുറത്തിരിക്കുന്ന ആളോട് അതിലും കരുണ ദൈവം കാണിക്കുന്നുണ്ടായിരിക്കും. വി ഡോണ്ട് നോ. So never misuse the name of God or dishonor. എല്ലാത്തിനും ദൈവത്തെ വലിച്ചടക്കരുത്. വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ ദൈവം കാണുന്നുണ്ട്, ദൈവം നിങ്ങളോട് ചോദിച്ചോളൂ, ദൈവത്തിന് നിങ്ങൾ പറയരുത്. ഡോണ്ട് സേ ഇറ്റ്. നിങ്ങളാണ് പ്രശ്നക്കാരൻ. ബാക്കി നമുക്ക് നാളെ പറയാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ 4-ാമത്തെ ഇനി എന്താ? ശബത്ത് ദിവസത്തെ ശുദ്ധിയായിട്ട് ആചരിക്കുക. അത് വളരെ ഈസി. രാവിലെ കിടന്നുറങ്ങുക, വൈകിട്ട് എഴുന്നേൽക്കുക. ഒന്നും പണി ചെയ്യാൻ പോകാതിരിക്കാൻ അത്ര നല്ലത്. 5 മാതാപിതാക്കളെ അനുസരിക്കുക. അതൊക്കെ നല്ലപോലെ അനുസരിക്കുന്ന പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. 6 കൊല ചെയ്യരുത്. എവിടെ? നമ്മൾ ആകെ പാറ്റയോ പല്ലിയോ അല്ലാതെ ഒന്നിനെയും കൊല്ലുന്നില്ല. വ്യഭിചാരം ചെയ്യരുത്. അതും വളരെ ഈസിയാണ്. വ്യഭിചാരം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലേ? വളരെ ഈസിയാണ്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ലേ? നമ്മൾ വളരെ ഡീസൻ്റ് അല്ലേ? മോഷ്ടിക്കരുത്. കള്ളസാക്ഷ്യം പറയരുത്. പിന്നെന്തുവാ? ഒറ്റ കാര്യമുള്ളൂ അല്ലേ? കൂട്ടുകാരൻ്റെ യാതൊന്നും മോഹിക്കരുത്. അതും വളരെ ഈസിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചിന്തിക്കുന്ന കേട്ടോ, എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നല്ലൊരു മൊബൈൽ ഫോൺ ഇരിക്കുന്നു. ഓക്കെ, ഞാനത് മോഹിക്കേണ്ട കാര്യമില്ലല്ലോ. അതേ മൊബൈൽ ഫോൺ കടയിലുണ്ടല്ലോ, അത് മോഹിച്ചാൽ മതിയല്ലോ. അത് കൂട്ടുകാരൻ്റെ അല്ലല്ലോ. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. അയാളുടെ കയ്യിലിരിക്കുന്ന മോഹിക്കണ്ടെന്നേ. അതേ മോഡൽ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അന്ന് അങ്ങനല്ല. അന്ന് ഒരാളുടെ കയ്യിലൊരു കഴുത ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിലേ ആ കഴുതേ ഉള്ളൂ. കാരണം അതുപോലത്തെ കഴുത ചിലപ്പോൾ മാർക്കറ്റ് വേറെ കാണില്ല. അപ്പം മോഹിക്കേണ്ടി വരും. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഒരേ രീതിയിലുള്ള സാധനങ്ങൾ ആർക്ക് വേണമെങ്കിലും കാശ് കൊടുത്ത് മേടിക്കാവുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഈ ന്യായപ്രമാണം എല്ലാം അനുസരിച്ചാൽ ഒരാൾ നീതിമാനാവുമോ? ഇല്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുകയില്ല. അടുത്തത്,
ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഓക്കെ, വായിച്ചോ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി. ഇവിടെയാണ് നമുക്ക് ഏറ്റവും ഉടക്കുണ്ടാകുന്ന ഒരു വാക്യം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, അത് മിസ്റ്റർ എ ആയാലും ശരി, മിസ്റ്റർ ബി ആയാലും ശരി, ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളായാലും ശരി, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവന്റെ നീതിയെ വെളിപ്പെടുത്തിയത് പ്രവൃത്തികളാലല്ല, പ്രമാണത്തിന്റെ അനുസരണത്താലല്ല, അത് വിശ്വാസത്താലാണ്. ഓക്കെ, അപ്പോൾ ദൈവം ഈ ന്യായപ്രമാണം വെളിപ്പെടുത്തിയപ്പോൾ തന്നെ ഒരു കാര്യമാണ് ഉറപ്പാണ്, അത് ന്യായപ്രമാണം പോലെ അല്ല. അടുത്ത വാക്യം. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. അതാണ് പ്രവാചകന്മാർ പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പൊ സകലരും ഒരുപോലെ പാപികളായി മാറി. അത് അവിടുത്തെ സാക്ഷ്യം. അപ്പൊ ആർക്കും നീതിമാനായിട്ട് സ്വയം അവകാശപ്പെടാൻ പറ്റില്ല, പ്രവർത്തിച്ച് നേടാനും പറ്റില്ല. അപ്പൊ ദൈവത്തിന് നമുക്കിത് ദാനമായി തന്നേ പറ്റൂ. അടുത്ത വാക്യം. അവന്റെ കൃപയാൽ, ഇത് ശ്രദ്ധിക്കണേ, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നു. ഇതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. കാരണം നമ്മൾ ഈ നന്മതിന്മകളുടെ പഴം തിന്നതുകൊണ്ട് നമുക്ക് നീതിപ്രവൃത്തികളെ കുറിച്ച് ഭയങ്കര ബോധമാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാതെ സൗജന്യമായിട്ട് നമ്മളെ ദൈവം നീതിമാനാക്കി എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാനത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കാൻ എൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ആരും ചിരിക്കരുത്, ഞാൻ ഒരു ഭയങ്കര നീതിമാനായ മനുഷ്യനായിരുന്നു. മനുഷ്യനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അപകടം പിടിച്ചൊരു സാധനം. 5.5 വയസ്സുള്ളപ്പോഴല്ല 3.5 വയസ്സുള്ളപ്പോൾ എന്നെ ആദ്യമായിട്ട് ജബൽപൂരിൽ എൻ്റെ അപ്പനും അമ്മയും കൂടെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. എൻ്റെ നീതി എവിടെ നിന്നാണ് വരുന്നത് ഞാൻ പറയാം. ഈ ചിലരങ്ങനെ ജനിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത് എന്തിനാ? പഠിക്കാനാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉഴപ്പിത്തിരിഞ്ഞ് നടക്കരുത്, പഠിച്ചോണം എന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ എന്നെ കൊണ്ടുപോയി വിട്ടത് ഓഗസ്റ്റ് 15. അവിടെ ക്ലാസ് ഇല്ല. അപ്പോൾ എനിക്ക് ഈ സ്കൂൾ ശരിയല്ലെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. 3.5 വയസ്സുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ടീച്ചറെ അപ്പനമ്മയും പരിചയപ്പെടുത്തിയായിരുന്നു. ടീച്ചറെ അടുത്ത് വന്നപ്പോൾ ടീച്ചർ എന്നെ പറഞ്ഞു, എനിക്ക് പഠിക്കണം. എടാ ഇന്ന് പഠിത്തമില്ല, ഇന്ന് കളികളാണ്, ഓഗസ്റ്റ് 15 സ്പെഷ്യൽ കളി, എനിക്ക് പറ്റത്തില്ല, എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ. ശല്യം കൂടുതലായപ്പം ടീച്ചർ ഒരു ടേബിൾ ഇട്ടൊരു സ്റ്റൂൾ ഇട്ട് എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് പഠിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് വീട്ടിൽ നിന്ന് പഠിച്ചാൽ പോയി, ഇവിടെ നിന്ന് വന്നിരിക്കുന്നത്. ടീച്ചറിനെ അടുത്തിരുന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെച്ചു. ഒറ്റ കാരണക്കുന്ന് നോക്കി ഒറ്റ അടി. പഠിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് അടി കൊണ്ട ഒരു മനുഷ്യനാണ്. അപ്പം അന്ന് തൊട്ട് തുടങ്ങിയതാണ് നീതി. ഇത് വളർന്ന് വലുതായി, ഈ മനുഷ്യനീതി വളർന്ന് വലുതായി. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുമ്പം വർത്താനം പറയുന്നവരുടെ പേരെഴുതി കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ, അതായിരുന്നു ഞാൻ. ഏതെങ്കിലും സാറ് ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ മാത്തമാറ്റിക്സ് സാറിനെ പോയി വിളിച്ചുകൊണ്ട് വരുന്ന സാർമാരുടെ ചാരൻ. വേറെ ഒന്നിനുമല്ല, എനിക്ക് ഇവരുടെ ഈ സാർമാരുടെ മുമ്പിൽ നീതിമാനായിട്ട് വരണം. അതിനുവേണ്ടിയാണ്. ഈ മനുഷ്യൻ്റെ നീതിയുടെ ഒരു പ്രത്യേകത ചുമ്മാ മനസ്സിലിരിക്കുന്നില്ല. 4 പേര് പുകഴ്ത്തി പറഞ്ഞാലേ ആ നീതി കൊണ്ട് എനിക്കൊരു പ്രയോജനമുള്ളൂ, അല്ലേ? നമ്മൾ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പാസ്റ്റർമാരൊക്കെ ഒന്ന് കഴിച്ചിട്ടേ നന്നായിരുന്നു എന്ന് പറയാൻ വേണ്ടിയല്ലേ അത് ഉണ്ടാക്കുന്നേ. ഇത്തിരി വെള്ളം കൂടെ കുടി. അത് പറയാതെ പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടേ, ഇല്ലേ? വിഷമമില്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നീതിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഇവരുടെ അപ്രൂവൽ വേണം, ഈ ടീച്ചർമാരുടെ അപ്രൂവൽ വേണം. അതിനുവേണ്ടി ഞാൻ പാടുപെടുന്നേ. അപ്പം ടീച്ചർമാരുടെ അപ്രൂവൽ കിട്ടണമെങ്കിൽ എന്നെപ്പോലെ അത്രയും നല്ലതല്ലാത്തവരെ ഞാൻ പൊക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താ? അവൻ മോശമാണെന്ന് കാണുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ നല്ലവനായിട്ട് കാണപ്പെടുന്നത്, അല്ലേ? അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പാസ്സായി. ടീച്ചർമാർ എന്ത് പറഞ്ഞാലും അനുസരിക്കും. പഠിക്കാൻ പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരും. ക്ലാസ്സിൽ 1ാം സ്ഥാനത്തെത്തും കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും. കാരണം ഒരു കുഴപ്പവും എൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. 10 മണിക്ക് ക്ലാസ് തുടങ്ങി 9:30 ഞാനവിടെ കാണും. അവധി ദിവസം കാണും. എനിക്ക് ആകെ ഒരു ഹാഫ് ഡേ മാത്രമേ എൻ്റെ ഹൈസ്കൂളിൽ ലീവ് ഉള്ളൂ. അതൊരാൾ മരിച്ചു പോയതുകൊണ്ട് അപ്പനന്മാരൊന്ന് ബലമായിട്ട് കൊണ്ടുപോയതാണ്. അങ്ങനെ ഞാൻ കോളേജിൽ ചെന്നു. ഈ സ്വഭാവം വർദ്ധിച്ചു വന്നു. ഭയങ്കര നീതിബോധം. ഞാൻ നിമിത്തം പഠിത്തം നിർത്തിപ്പോയ പിള്ളേർ വരെ ഉണ്ട്. ടീച്ചർമാർ പറയും പോട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിക്കില്ല.
ഞാൻ പറയും ഞാനും എന്നാൽ നാളെ തൊട്ട് ഇങ്ങനെ ചെയ്താലോ ചോദിക്കും. ടീച്ചർമാർ എന്നെ കൊണ്ട് മടുത്തിട്ടുണ്ട്, അതും എനിക്കറിയാം. അവസാനം പിന്നെ ഞാൻ ഈ അടുത്തിടെയാണ് ഈ ഫേസ്ബുക്കിലൂടെ നോക്കുന്നത്. അന്നും പഠിത്തം നിർത്തി പോയവനൊക്കെ രക്ഷപ്പെട്ടു പോയോന്ന് അറിയാൻ വേണ്ടി 1-2 പേരുടെയൊക്കെ കണ്ടുപിടിച്ചു. അവരെല്ലാം വലിയ പൊസിഷനിലെത്തി ദൈവത്തിൻ്റെ കൃപയാൽ. അല്ലെങ്കിൽ അവരിപ്പോഴും എന്നെ ശപിച്ചുകൊണ്ട് നടക്കുമായിരുന്നേനെ. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സുവിശേഷം കേട്ടിട്ട് ഞാനന്ന് പാപബോധം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ പാപബോധം ഉണ്ടാകുന്ന ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ നീതീകരണം എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ആക്ടാണ്. അതായത് ദൈവം എന്ന ജഡ്ജി, എന്നെ വിധിച്ച് നരകത്തിൽ വിടേണ്ട ദൈവം എന്ന ജഡ്ജി നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന മനോഹരമായ സമയമാണത്. അപ്പോൾ എൻ്റെ സങ്കല്പത്തിലാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഒരു കോടതിയിലെ പ്രതിക്കൂട്ടിൽ ഞാൻ കയറി നിൽക്കുന്നു. എനിക്കെതിരെയുള്ള കുറ്റങ്ങളുമായിട്ട് സാത്താൻ ഒരു 2-3 ഫയൽ ഇങ്ങനെ സങ്കല്പമാണ് കേട്ടോ, വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഒരു പാപവും ചെയ്യാത്ത എൻ്റെ പേരിൽ ഇത്രയും ഫയലോ? കാരണം ഞാൻ ഏതെങ്കിലും പാപം ചെയ്തിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അത്ര ഡീസൻ്റാ. അപ്പം ഈ ഫയൽ തുറന്ന് സാത്താൻ വായിക്കുകയാണ്. 1, പാപം നമ്പർ 1, ചേസ് ജോസഫ് എന്ന് പറയുന്ന ഇവൻ ഒരു കൊലപാതകനാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ്, ഇവൻ കള്ളനാണെന്ന് ബൈബിളിൽ എഴുതിയേക്കുന്ന ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വെജിറ്റേറിയനാണ്, ഒരു കോഴിയെ പോലും കൊല്ലുന്നതല്ല, കൊല്ലുന്ന കോഴിയെ തിന്നുന്നവനുമല്ല. കർത്താവ് പറഞ്ഞു, എത്ര കോഴിയെ തിന്നാലും നീ കൊലപാതകനാകുന്നില്ല. പക്ഷെ സഹോദരനെ വെറുക്കുന്നവരെല്ലാം കൊലപാതകൻ എന്നുള്ള എൻട്രിയിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നോക്കിയപ്പോൾ സംഗതി ശരിയായി. എനിക്ക് ഒരു മനുഷ്യനോട് സ്നേഹമില്ല. നിങ്ങൾക്കറിയാം, സ്വയം നീതിമാനാകാൻ ശ്രമിക്കുന്നവരുടെ ഒരു പ്രത്യേകത, അവരെ തന്നെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. വേറെ ആരെ സ്നേഹിക്കാൻ അവർക്ക് കപ്പാസിറ്റി, സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഓരോരുത്തരും എൻ്റെ കൺമുമ്പിൽ, എൻ്റെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരാളോടും എനിക്ക് സ്നേഹമില്ല. എല്ലാവരും ഞാൻ തൂക്കി നോക്കി വെച്ചിരിക്കുക. അപ്പം എനിക്ക് മനസ്സിലായി, കൊലപാതക കുറ്റം എൻ്റെ മേൽ കിടക്കും. ഇങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഐ എം എ മർഡറർ. കാരണം ഐ ഹാവ് ഹേറ്റഡ് എവ്രി വൺ. എനിക്കറിയാം, ഞാൻ രക്ഷിക്കപ്പെടുന്ന ആ മോമെന്റിന് പുറകോട്ട് എൻ്റെ ലൈഫിൽ ഒരൊറ്റ ഫ്രണ്ട് പോലും എനിക്കില്ല. നോട്ട് ഈവൻ 1 ഫ്രണ്ട്. സ്കൂളിലെ, കോളേജിൽ ആ 1994 മുമ്പുള്ള എൻ്റെ ലൈഫിൽ നിന്ന് ഒരൊറ്റ സുഹൃത്ത് പോലും എന്നെ കണ്ട അവർ ഓടിച്ചിട്ട് തല്ലും. ഈ മനുഷ്യനീതിക്ക് പോയതാ. നിങ്ങൾ മനുഷ്യര് നീതിമാനാകാൻ ശ്രമിക്കും തോറും അവൻ കൊലപാതകിയായി മാറുന്നെന്ന് പരീശന്മാരുടെ, ശാസ്ത്രന്മാരുടെ ലൈഫിൽ നമുക്കറിയാം. അവർ ക്രിസ്തുവിനെ തന്നെയാണ് കൊല്ലുന്ന അവസാനം. They become murderers because of their self-righteousness. പാപിയായ ഒരു മനുഷ്യനേക്കാളും അപകടകാരിയാണ് സെൽഫ് റൈച്ചസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. കാരണം സ്വയനീതിക്കാരനായ മനുഷ്യനാണ് ഞാൻ അവനേക്കാൾ ഭേദം എന്ന് ചിന്തിക്കുന്ന പരീശനാണ് സുവിശേഷത്തിന്റെ ശത്രു. പാപിയല്ല സുവിശേഷത്തിന്റെ ശത്രു, പരീശനാണ്. അതുകൊണ്ട് കർത്താവിന് പാപികളോട് സംസാരിക്കാൻ എളുപ്പമായിരുന്നു, പരീശന്മാരോട് സംസാരിക്കാൻ എളുപ്പമായിരുന്നില്ല. അടുത്ത സാത്താൻ പറഞ്ഞു, ഇവനൊരു വ്യഭിചാരിയാണ്. ഉടനെ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ, ഞാൻ പ്രേമിച്ചിട്ട് പോലുമില്ല. ഉള്ള സത്യമായിട്ട് പറയുന്നു. പഠിച്ചതെല്ലാം ജെൻസ് കോളേജിലും ഒക്കെയാണ്. ചിന്തിച്ചിട്ട് പോലുമില്ല പ്രേമിക്കുന്ന കാര്യം. അപ്പോൾ കർത്താവ് പറഞ്ഞു, പ്രേമിക്കൊന്നും വേണ്ട, സ്ത്രീയെ മോഹിക്കേണ്ടതിന് നീ നോക്കിയിട്ടുണ്ടെങ്കിൽ നീ വ്യഭിചാരിയാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ ഞാൻ പെട്ടു. കൊലപാതകൻ, വ്യഭിചാരി, ഒന്നും ചെയ്യാതെ നടന്നവനാ. ഇപ്പം എല്ലാ കേസിലും പ്രതിയാ. പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചെയ്യാത്ത ഒരു പാപവും ഇല്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, ദൈവത്തിന് മുമ്പിലുള്ള നിപ്പ് എളുപ്പമല്ല, ഞാൻ പോക്കാണ്. അവസാനം അപ്പം എല്ലാം ഞാൻ സമ്മതിച്ചേ പറ്റൂ. കാരണം ദൈവത്തിന് ഇനി സാത്താൻ കള്ളം പറയുന്നത് നമ്മളോടാ, ദൈവത്തിനോട് കള്ളം പറയാൻ ആർക്കും പറ്റില്ല. അവസാനം സാത്താൻ പറഞ്ഞു, ഇവനോട് ഒരു കാര്യം പറയാനുണ്ട്, ഇവനൊരു വിഗ്രഹാരാധിയാണ്. ഞാൻ പറഞ്ഞു, കർത്താവെ, അത് മാത്രം ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഓർത്തഡോക്സ് ചർച്ച് വിട്ടു പോയതാണ്. കാരണം ഓർത്തഡോക്സ് ചർച്ച് ഞാൻ പോയി നിൽക്കുമ്പോൾ അവിടെ അച്ഛൻ അങ്ങോട്ട് തിരിയുന്നു, കുന്തിരിക്ക് വിടുന്നു, പുകയ്ക്കുന്നു.
അവിടെ മറിയമ്മിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു, സെൻറ് തോമസിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു, അതിനു മുമ്പിലെ മെഴുതിരി എത്തിച്ചിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഓ കർത്താവ് യേശു ക്രിസ്തു നടക്കുന്നു, കുർബാന ചൊല്ലുന്നു, അപ്പുറത്ത് അന്ത്രയോസ് കുന്തിരിക്ക് വിട്ട് കൊടുക്കുന്നു, പത്രോസ് മണിയടിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നോ പുതിയ നിയമത്തിൽ? ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് മുഴുവൻ മനുഷ്യരുടെ പരിപാടിയല്ലേ? ആ ചിന്ത എൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്ത് ഞാൻ ഫസ്റ്റ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴേ, പിന്നെ ഞാൻ യാക്കോബ് പള്ളി കയറിയിട്ടില്ല ഒരിക്കൽ പോലും. കാരണം രക്ഷിക്കപ്പെട്ടോണ്ടല്ല, എൻ്റെ ബുദ്ധിയെ ഇവർ പറ്റിക്കുന്നു തോന്നിയോണ്ടാ. അന്നൊന്നും രക്ഷിക്കപ്പെട്ടില്ല, ദൈവം ഉണ്ടോന്നും പോലും അറിയില്ല. പക്ഷെ ഇത് തട്ടിപ്പാന്ന് മനസ്സിലായി. അന്ന് അവിടെ നിന്ന് ഇറങ്ങി. അന്ന് പിന്നെ കസിൻസിൻ്റെ കല്യാണം നടക്കുമ്പോൾ ഞാൻ ചർച്ചിന് വെളിയിൽ കൂടെ നടക്കും, അകത്ത് കയറില്ല. എന്നിട്ട് ഞാൻ തന്നെ CSI പള്ളിയിൽ പോയി. വിഗ്രഹങ്ങളില്ല, സമാധാനമായിട്ടിരിക്കുക. എന്നെ വിഗ്രഹാരാധന വിളിച്ച ശരിയാണോ? ആണോ? നിങ്ങൾ പറ. ആ 8 പൊട്ടും തിരിയാത്ത പ്രായത്തിൽ വേണേ വൈബ്രേഷൻ വേണേ ആഡ് ചെയ്യാം. പരമ്പരാഗത സഭയെ വിട്ട് ഇറങ്ങി വിഗ്രഹങ്ങളെ വെറുത്ത്. അത് തന്നെയല്ല, ഞങ്ങളുടെ ചർച്ചിൽ, ഞങ്ങളുടെ കോളേജിലെ വിഗ്രഹങ്ങളെ വെറുക്കുന്ന കുറച്ച് ഹിന്ദുക്കളുണ്ടായിരുന്നു. ഇവർ ഞങ്ങളുടെ ഗ്രൂപ്പാണ്, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, വിഗ്രഹങ്ങൾക്കെതിരെ. അവസാനം കർത്താവ് പറഞ്ഞു, മോനെ നിന്റെ വിഗ്രഹം നീ തന്നെയാണ്. നീ എത്ര പേരെയാണ് നിന്റെ മുമ്പിൽ വണങ്ങിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എല്ലാവരും എന്നെ വണങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ നല്ലവനായിട്ട് അഭിനയിച്ച് നടക്കുന്നത്. അവർ പറയണം. നിങ്ങൾക്കറിയാമോ, ഞാൻ 10th ക്ലാസ് പാസ്സായപ്പം ഹെഡ് മാസ്റ്റർ എനിക്കെന്ന കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ അപ്പൻ ഫയൽ വെച്ചിട്ടുണ്ട്. ഹിസ് കോൺടാക്ട് ആൻഡ് ക്യാരക്ടർ ആർ വെരി ഗുഡ്. അങ്ങനെ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ മേല. അവൻ ഹെഡ് മാസ്റ്ററുടെ മക്കളതിനെ പാസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഗുഡേ കിട്ടിയിട്ടുള്ളൂ. ഇത്രയും ഭയങ്കര ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കപടഭക്തിക്കാരൻ്റെ ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നത് ഞാനായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുപോലത്തെ ഒരു സാധനമായിരുന്നു. അവസാനം ഞാൻ കർത്താവിൻ്റെ അടുത്ത് കരഞ്ഞു നിലവിളിച്ചു. ആ നിലവിളി എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഡ്രാമ ഞാൻ അതുപോലെ ഒന്നും നടന്നായിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിലും ആ ഞാൻ തകർന്നു പോകുന്ന ഒരു മോമെൻ്റ് ഉണ്ട്. എല്ലാത്തിലും ഏറ്റവും വലിയ പാപി ഞാനാണെന്ന് കണ്ടുപിടിക്കും. ഈ അധ്വാനം മുഴുവൻ പാപമായിട്ട് ആഡ് ചെയ്യുന്നത്. വി ഡോണ്ട് നോ ഇറ്റ്. മോർ ആൻഡ് മോർ വി എക്സസൈസ് ഇൻ ദ ഫ്ലഷ്. ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരൻ പറഞ്ഞാണ്, ഇങ്ങനെ പോരാടി സ്വയത്തിൽ നിന്ന് പോരാടി അവസാനം നല്ല മസിലുള്ള ഒരു സ്വയം, സെൽഫ്, ഭയങ്കര മസിലുള്ളൊരു സെൽഫ്. ആശുപത്രി പോലും പോകത്തില്ല, ഭയങ്കര മസില, താണു കൊടുക്കത്തില്ല. ഒരു 5 വർഷം മുമ്പ് ഒരു സഹോദരൻ്റെ മകള് 11 വയസ്സേ ഉള്ളൂ, ഫിറ്റ്സ് ഉണ്ടായി വീഴുക. ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകില്ല. കാരണം ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഈ കൊച്ചിനും പ്രായപൂർത്തിയാകാത്ത കൊച്ചാണ്, ഞാൻ പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു, മര്യാദയ്ക്ക് കൊണ്ടുപോയില്ലെങ്കിൽ. നിങ്ങൾ പോകണ്ട, ഈ കൊച്ചിന് വല്ലതും അറിയോ? അവസാനം നാട്ടുകാരുടെ കൊണ്ടുപോയി. സെൽഫ് റൈച്ചസ് സ്പിരിറ്റ്, തകർക്കാനാകാത്ത വിശ്വാസം, സ്വയം. അങ്ങനെയുള്ളൊരു നീതിമാൻ കർത്താവിൻ്റെ മുമ്പിൽ പോലും വണങ്ങില്ല. വേണമെങ്കിൽ കർത്താവ് എൻ്റെ മുമ്പിൽ വണങ്ങി, ഇത്രയും നീതിമാനായ ഒരു മനുഷ്യനെ ഈ ലോകത്തില്ല, ഇവനെ സ്വർഗത്തിൽ കൊണ്ടുപോയേക്കാന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോക്കോ? He will not even worship the Lord. Self-righteousness is God's bitterest enemy. കാരണം ഏദൻ തോട്ടത്തിൽ വെച്ച് അവർക്കുണ്ടായ യഥാർത്ഥ പാപം, അവർക്ക് പാപം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. They were justifying themselves. ആദമിനോട് ചോദിച്ചു, ഈ സ്വയനീതിയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ ഈ ഏദൻ തോട്ടത്തിലാണ് കാണുന്നത്. ഇവരെ അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കിയിടുമല്ലോ, ഉടുപ്പുണ്ടാക്കിയിടുന്ന അടുത്ത നിമിഷം കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ ശബ്ദം തോട്ടത്തിൽ കേട്ടു. അപ്പോൾ അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കിയിട്ടുകൊണ്ടിരുന്ന 2 പേരോട് ഓടി ഒരു മരത്തിൻ്റെ പുറകെ മറിഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിച്ചു, നീ എന്താ, എവിടെയാ ചോദിച്ചു. പറഞ്ഞു, നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നഗ്നനായതുകൊണ്ട്. അപ്പോൾ എന്തുണ്ട്, ഓൾറെഡി അരയാട ഇട്ടിട്ടുണ്ട്. ഇവർ കഷ്ടപ്പെട്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് സൂര്യ നൂലും ഇല്ലാത്ത സ്ഥലത്ത് ഏതോ ഈർക്കിളിയും നാരും ഒക്കെ വെച്ച് തുന്നി അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കി ഇട്ടവരാണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഓടിയത്. ഇന്നും നമ്മൾ അങ്ങനെ ഇഷ്ടംപോലെ അത്തിയില ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ച് അത്തിയില മനോഹരമാക്കും. അപ്പം എല്ലാവരും വിചാരിക്കും, എന്ത് പ്രാർത്ഥിക്കുന്ന അമ്മാമ്മ, അത്തിയിലയാണ്, അത് മനുഷ്യൻ്റെ നീതിയാണ്. പാസ്റ്റർ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് പോകാം, അവിടെയും ഒന്നും കാണില്ല. അവർ പ്രതീക്ഷിക്കുന്നത് ഇപ്പം വേണ്ട, പിന്നൊരിക്കൽ വരാമെന്ന് പറയുമെന്നാണ്. മുഴുവൻ അത്തിയിലയാണ്. ഒരമ്മയും മോനും കൂടെ അടുത്ത് വീട്ടിൽ പോകും. അപ്പം കൊച്ചു മോൻ, അവനോട് അമ്മ പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിൽ ആൻറ്റി വന്ന് നിനക്ക് വല്ലതും വേണോ, കഴിക്കാൻ വേണമെന്ന് പറയും. നീ വിശക്കുന്നുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം, വീട്ടിൽ വന്നിട്ട് കഴിക്കാം. വേണ്ട, വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പം അത്തിയിലിടാൻ പഠിപ്പിക്കുമോ ചെറുപ്പത്തിലെ. ഇവൻ ചെന്ന് അവിടുത്തെ ആൻറ്റി വന്ന് ചോദിച്ചു, മോനെ വല്ലതും കഴിക്കുന്നോ? പറഞ്ഞു, വേണ്ട, വിശക്കുന്നില്ല. അവിടെയും ഒന്നുമില്ല, ആൻറ്റി അത്തിയിലാണ്, ഇവനും അത്തിയിലാണ്, ഫുൾ അത്തിയിലാണ്.
ഇതിങ്ങനെ വെച്ചോണ്ട് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ ഭയങ്കര നീതിമാന്മാരാ, അയ്യോ എന്ത് പാവമോ, എന്ത് നല്ല മനുഷ്യനാ. പക്ഷെ ദൈവം വരുമ്പോൾ അറിയുന്നത് ഇതൊക്കെ അത്തിയിലേക്ക് പറന്നു പോകും. നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് നോക്കുമ്പോഴാണ് കുഞ്ഞാടിൻ്റെ നീതിവസ്ത്രമില്ലാത്ത എല്ലാവരും പാപികളായി തന്നെ ഇരിക്കും, നഗ്നരായി തന്നെ ഇരിക്കും. കാരണം നമ്മുടെ ഹൃദയത്തെ മനുഷ്യരുടെ മുമ്പിൽ മറയ്ക്കാൻ ഈ അത്തിയിലകൾ മതി, പക്ഷെ ദൈവത്തിന് മുമ്പിൽ ഒന്നും മറയ്ക്കാൻ പറ്റില്ല. ഈ സെൽഫ് റൈച്ചസ്നെസ് കാരണം ആദമിനോട് ദൈവം ചോദിക്കും. ഞാൻ ആദ്യമൊക്കെ ചോദിക്കായിരുന്നു, ഒരൊറ്റ പഴം തിന്നെന്നും പറഞ്ഞുകൊണ്ട് ഇവർ എന്തിനാ ഇറക്കി വിട്ടെന്ന്. നമ്മുടെ പിള്ളേരെ എന്തെല്ലാം വൃത്തികേട് കാണിച്ചിട്ടും പിന്നെ വീട്ടിൽ കയറ്റുന്നു. എന്നാൽ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ദൈവം ഇവനൊരു പഴം, പാവം അവന് കൊതി വന്നിട്ട് ഒരു പഴം പറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ സമ്മതിക്കും? പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇവൻ ഒരു വാക്ക് സോറി പറയാൻ പറ്റുന്നില്ല. ഹീ സ്പോയിൽഡ്. അവൻ രോഗിയായി മാറി. അവൻ എന്താ പറഞ്ഞത്, നീ ഇത് തിന്നോന്ന് ചോദിച്ചപ്പോൾ തിന്നുപോയി, കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് ഹീ സെൽഫ് റൈച്ചസ്. ഹി സീ ഹിസ് ഓൺ സിൻ. ഈ സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത, അവർക്ക് ലോകത്തുള്ള സകല മനുഷ്യരുടെയും പാപം കാണാം, അവരുടെ മാത്രം പാപം കാണാൻ പറ്റില്ല. ഇത് ലെപ്രസി പോലൊരു സിക്നസ് ആണ്. അവർക്ക് വേദന അറിയാൻ പറ്റില്ല. They are not sensitive to pain. A spiritually dead person is not sensitive to sin or the sting of sin. അവൻ പറയാ, അത് നിന്റെ കുഴപ്പമാണ്. എനിക്ക് ഭാര്യ തരുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭാര്യ തരണ്ടേ? ഞാൻ ചോദിച്ചു മേടിച്ചാലല്ലോ. ഞാൻ ഉറങ്ങിക്കിടന്നപ്പം എനിക്കൊരു ഭാര്യ തന്നു, ഭാര്യ കൊണ്ട് തന്നു, തിന്നു. യു ഷുഡ് ഹാവ് ഗിവൻ മീ എ ബെറ്റർ വൈഫ്. ആരാ പ്രതി? ദൈവം. ഹവയോട് ചോദിച്ചു, നീ ആണോ ഒപ്പിച്ചത്? അപ്പൊ ഹവ പറഞ്ഞു, ഞാനല്ല, സാത്താനാ. ഹവ പെന്തക്കോസ്തുകാരിയായിരുന്നു. എൻ്റെ കുഴപ്പമല്ല, സാത്താൻ പോരാടിയതാ. ബ്ലെയിം എനിക്കില്ല, ബാക്കി എല്ലാവരും പ്രതികളാ. ഇതാ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. സെൽഫ് റൈച്ചസ്നെസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ മടങ്ങാത്ത ഒരു മുട്ട് നമുക്ക് തരുന്നു. ദൈവത്തിന് മുമ്പിൽ ആർഗ്യൂ ചെയ്യാൻ നമുക്കൊരു റീസൺ തരുന്നു. ദൈവത്തെ വർഷിപ്പ് ചെയ്യാതെ നമ്മളിലേക്ക് തന്നെ നോക്കിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് നമുക്കുണ്ടാകുന്നു. നമ്മുടെ സ്വന്തം പ്രവൃത്തികളാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് മൗഢ്യമായി ചിന്തിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പം നരകത്തിൽ പോകുന്നുള്ള ചിന്തയിലിരിക്കുമ്പം കർത്താവ് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ കർത്താവിൻ്റെ ഇങ്ങനെ പറയാമെന്ന് വെച്ചു, കർത്താവേ, നീ എന്നെ എത്രയും പെട്ടെന്ന് നരകത്തിലേക്ക് ഇട്ടേക്ക്. കാരണം ഞാനൊരു ഹാർഷ് ജഡ്ജായിരുന്നു. ഞാൻ ആരോടും കരുണ കാണിച്ചിട്ടില്ല, ഞാൻ കരുണ അർഹിക്കുന്നില്ല. നീ എന്നെ നരകത്തിലേക്ക് ഇട്ടിട്ട് വേറെ അടുത്തയാളുടെ അടുത്തോട്ട് പോ. കാരണം നിന്റെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാളും ഭേദം നരകത്തിൽ കിടക്കുന്നതാണ്. കാരണം പാപം നമ്മളെ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത വേദനയിലേക്കാണ് എത്തിക്കുന്നത്. അപ്പം കർത്താവിനോട് പറഞ്ഞു, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ? 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പുത്രൻ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പം പീലാത്തോസ് എൻ്റെ മകനോട് ചോദിച്ചു, നീ പറ, നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? നിന്നെ വിടുവിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ളവനാണ് ചോദിക്കുന്നത്. സാക്ഷിമൊഴികൾ വേണമെങ്കിൽ കള്ളമെന്ന് പറയാം. നീ കുറ്റം നിഷേധിച്ചാൽ നിന്നെ വെറുതെ വിടാൻ അധികാരമുള്ളവനാണ് ഞാൻ. കർത്താവ് നിശബ്ദനായി നിന്നു. എന്തിനുണ്ടെന്നറിയോ? അപ്പോൾ അവൻ എന്നെ ഓർത്തു. എൻ്റെ പാപങ്ങൾ ഓർത്ത്, എൻ്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അന്ന് കർത്താവ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് സ്വതന്ത്രനായി. എൻ്റെ പാപങ്ങൾക്ക് ഞാൻ കണക്ക് കൊടുക്കേണ്ടെന്നായി. സൗജന്യമായി യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ച ആ യാഗത്തിലൂടെ എൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശരിക്കും കർത്താവ് നമുക്ക് നൽകുന്ന പാപമോചനം. അതിൻ്റെ താഴെ അടുത്ത് ഞാൻ കർത്താവേ സ്തോത്രം എന്ന് പറയുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ നെറ്റിയിൽ നീതിമാനെന്ന് എഴുതി. ഞാൻ നീതിമാനോ? ഇത് എത്ര ഫയലാ അവിടെ കിടക്കുന്ന എൻ്റെ പാപങ്ങളുടെ കണക്ക്. അപ്പൊ കർത്താവ് പറഞ്ഞു, നിന്റെ നീതിയല്ല, എൻ്റെ പുത്രൻ അനുസരിച്ച നീതി. ഇനി നീ ജീവിക്കുമ്പോൾ ഓർത്തോണം, യു ആർ റൈച്ചസ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. അത് നിനക്ക് സൗജന്യമായി നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. Wherever you go, you remember you are righteous because of Christ. ക്രിസ്തുവിൻ്റെ നീതി എന്ന വസ്ത്രം എൻ്റെ മേൽ കർത്താവ് സൗജന്യമായി തന്നു. നമുക്ക് സൗജന്യമായിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പോലും മേടിക്കാൻ താല്പര്യമില്ല, അല്ലേ? നമ്മൾ അഭിമാനികളാണ്, സ്വയനീതിക്കാരാണ്. നമുക്ക് നമ്മുടെ നീതിയുണ്ട്, ചുമ്മാ ഒന്നും വേണ്ട. ചുങ്കക്കാർക്കും പാപികൾക്കും വേണേൽ ചുമ്മാ കൊടുത്തേക്ക്. ഞാൻ ആഴ്ച 2 വട്ടം ഉപവസിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു പെന്തക്കോസ്തുകാരനാണ്. എനിക്ക് അവകാശമുണ്ട്. നത്തിങ്, നോ, ഒരു വ്യത്യാസവുമില്ല. യഹൂദനും യവനനും പെന്തക്കോസ്തുകാരനും നാട്ടുകാരും എല്ലാം ഒരുപോലെ പാപത്തിന് കീഴായിരിക്കുന്നു. സൗജന്യമായി പ്രാപിക്കാനുള്ള ആ മുട്ടുമടങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ദൈവത്തിൻ്റെ നീതി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ദിസ് ഈസ് വാട്ട് വി മീൻ ബൈ ജസ്റ്റിഫിക്കേഷൻ. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് ഐ ഹാവ് ഡിക്ലെയർഡ്
ഐ എം ഡിക്ലെയറിങ് ദാറ്റ് യു ആർ റൈച്ചസ്. നിന്നെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതാണ് ഫെയ്ത്ത് നമുക്ക് തരുന്ന കാഴ്ച. നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഓക്കെ, വി ആർ സ്റ്റിൽ ഇൻ ദാറ്റ് ഓൾഡ് ഫ്ലഷ്. പക്ഷെ വിശ്വാസത്താൽ നോക്കുമ്പോൾ നോ, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ജസ്റ്റിഫൈഡ്. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഫോർഗീവൺ. ആ വിശ്വാസം എന്ന് പറയുന്നത് നാളെ എനിക്ക് കാറ് കിട്ടുന്നുള്ളതല്ല. എന്നെ കർത്താവ് എന്നേക്കുമായി നീതീകരിച്ചിരിക്കുന്നു. അവൻ്റെ വിശുദ്ധിയെ എനിക്ക് അവൻ ദാനമായി നൽകുന്നു. രക്ഷയെ ദാനമായി തരാൻ തക്കവണ്ണം അവൻ്റെ പുത്രനെ എനിക്കായിട്ട് ഏൽപ്പിച്ചു തന്നുള്ള അതാണ് ഫെയ്ത്ത്. ഫെയ്ത്തിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് നമ്മൾ ശരിക്കും ഈ യാഗത്തിലൂടെ സംഭവിച്ചത്? റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എബ്രഹാമിൻ്റെ കഥയാണ് അവിടെ പറയുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്ന എബ്രഹാം ജഡപ്രകാരം അവൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് പ്രശംസിക്കാം. പക്ഷേ അവൻ ജഡപ്രകാരം ഒന്നും ദൈവത്തിൻ്റെ പക്കൽ പ്രശംസിക്കാൻ തക്കവണ്ണം പ്രാപിച്ചില്ല. 4-ാമത്തെ വാക്യം എന്താ പറയുന്നത് നോക്കിയാൽ? 4-ാമത്തെ വാക്യം, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ നാട്ടിൽ പറമ്പിൽ പണിയാൻ വേണ്ടി വന്നെന്ന് വിചാരിച്ചു. ഒരു ദിവസം പറമ്പിൽ പണിത് എത്ര രൂപ തരും? 1000 രൂപ നമ്മൾ പറഞ്ഞുറപ്പിച്ചു. ഞാൻ പറമ്പിൽ പണിയാൻ വന്നു. രാവിലെ തൊട്ട് അധ്വാനിച്ചു. 5 മണിക്ക് നിർത്തണ്ട, ഞാൻ 6 മണിക്കാണ് നിർത്തിയത്. ആത്മാർത്ഥത. 6 മണിയായപ്പം നിങ്ങൾ വന്നിട്ട് 1000 രൂപ തന്നിട്ട് പറയാ കൃപയാന്ന് വിചാരിച്ചാൽ മതി. ഞാൻ സമ്മതിക്കൂല. ഞാൻ പറയും കടം. ഇപ്പോൾ ഞാൻ 5 മണി കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് 1000 രൂപ തന്നില്ലെങ്കിൽ 1000 രൂപ നിങ്ങൾ എനിക്ക് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പ്രവർത്തിച്ച് മിടുക്കനായി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗം എനിക്ക് തരുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടാണ്. ഞാൻ പ്രവർത്തിച്ചതിന്റെ കൂലിയായിട്ടാണ്. അടുത്ത വാക്യം, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവന് വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അപ്പൊ ഞാൻ രാവിലെ പറമ്പിൽ പണിയാൻ വന്നു. തൂമ്പ എടുത്ത് മണ്ണിലോട്ട് വെച്ചു. അതിൽ ചാരുന്ന് ഉറങ്ങിപ്പോയി. 5 മണിയായപ്പം അയാൾ വന്ന് എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു ഇതാ 1000 രൂപ, കൃപയാന്ന് വിചാരിച്ചാൽ മതി. അപ്പം ഞാൻ എന്ത് പറയും? താങ്ക് യു അല്ലേ? അപ്പൊ പ്രവൃത്തി കൊണ്ടല്ലാതെ കൃപ കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ കാരണം എന്താ? ഈ മനുഷ്യന്റെ പ്രശംസ എടുത്തു കളയാൻ വേണ്ടിയാണ്. റോമർ 3:27 വായിച്ചു നോക്കിയേ. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി എടുത്തു കളഞ്ഞു. കാരണം ഈ സ്വയനീതി പോകുമ്പോൾ അതിന്റെ പ്രശംസയും കൂടെ പോകാൻ വേണ്ടി ദൈവത്തിന് മുമ്പിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഇത് സൗജന്യമായി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ സൗജന്യമായി കൊടുക്കുമ്പോൾ അത് വിശ്വാസത്തിലൂടെയാണ് ദൈവം നൽകുന്നത്. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അവസാനത്തെ 2 വാക്യങ്ങൾ, 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്ന, അടുത്ത വാക്യം, ഉയർപ്പിച്ചവനെ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് തന്നെ. അപ്പൊ അബ്രഹാമിന് മാത്രമല്ല ഈ വിശ്വാസം നമുക്കും കണക്കിടപ്പെടുന്നു. എന്താ വിശ്വസിക്കേണ്ടത്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി പുനരുത്ഥാനം ചെയ്തുമിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും നമ്മുടെ നീതീകരണവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ഏലിയാവ് യാഗം കഴിച്ചപ്പോൾ ഉയരത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഏലിയാവിന്റെ യാഗം ദൈവം സ്വീകരിച്ചു. എന്നാൽ കർത്താവ് യാഗം അർപ്പിക്കുമ്പോൾ പിതാവ് എങ്ങനെയാ ആ യാഗം സ്വീകരിച്ചത്? പുത്രനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് അല്ലേ? ഇപ്പൊ പുത്രനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് യാഗം സ്വീകരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ആർക്കൊക്കെ വേണ്ടിയാണോ കർത്താവ് മരിച്ചത് അവരെല്ലാം പിതാവ് അംഗീകരിച്ചു എന്നല്ലേ? ആണോ? കർത്താവിന് വേണ്ടി തന്നെ എഴുന്നേറ്റ് പോകാമായിരുന്നു. കാരണം ഹി വാസ് ഗോഡ്, ഹി കുഡ് ഡു ഇറ്റ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയും. പക്ഷെ കർത്താവ് അങ്ങനെ എഴുന്നേറ്റ് പോയില്ല. കർത്താവ് പിതാവിനോട് പറഞ്ഞു പിതാവേ എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണേ എന്നൊക്കെ കരഞ്ഞ് നിലവിളിച്ച്. കാരണം അവൻ്റെ മരണത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അവനെ എഴുന്നേൽപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ചേസിനെ പോലുള്ള ഒരുത്തിനെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നാ. അത്രയും യേശുവിനെ പുനരുത്ഥാനം ചെയ്യിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കുന്നറിയോ? കർത്താവെ എനിക്ക് വേണ്ടി കർത്താവ് കഴിച്ച യാഗം നീ അംഗീകരിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങനെ നീ അത് അംഗീകരിച്ചപ്പോൾ എന്നെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആ യാഗം എൻ്റെ പാപങ്ങൾക്ക് മതിയായി. ആ യാഗം എന്നെ നീതിമാനാക്കാൻ ആ അനുസരണം മതിയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ പുനരുത്ഥാനം എന്ത് തെളിയിക്കുന്നു? ആ യാഗത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നോ അവരെല്ലാം പിതാവ് അംഗീകരിച്ചു എന്ന്
തെളിയിക്കുന്നു. വെൻ വി ബിലീവ് ഇറ്റ് വി നോ ദാറ്റ് വി ആർ ഫോർഗിവൺ. ഇതാണ് റോമാലേഖനം 4 വരെയുള്ളതിൻ്റെ ചുരുക്കം. ഓക്കെ, വി ആർ ഫോർഗിവൺ ഫ്രീലി, വി ആർ ജസ്റ്റിഫൈഡ് ഫ്രീലി. നമ്മളൊന്നും കണക്ക് കൂട്ടാതെ. എന്തിനാ കണക്ക് കൂട്ടാത്തത്? പ്രശംസിക്കാതിരിക്കാൻ വേണ്ടി. ആകയാൽ പ്രശംസയോടെ, ഒരൊറ്റ പ്രശംസ പോലും ഈ രക്ഷയിൽ മനുഷ്യന് കൊടുക്കണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. കാരണം എങ്കിലേ സ്വർഗത്തിൽ ചെല്ലുമ്പം കുഞ്ഞാടിനെ നമസ്കരിക്കാൻ പറ്റുള്ളൂ, എങ്കിലേ ഒരു പൂർണ്ണമായ ആരാധന ഉണ്ടാവുകയുള്ളൂ, എങ്കിലേ മനുഷ്യന്റെ പ്രശംസ പൂർണ്ണമായിട്ട് എടുത്ത് കളയാൻ പറ്റുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തെ നമ്മൾ സ്തോത്രം ചെയ്യുന്നത് എനിക്ക് ഒരു മെറിറ്റുമില്ല കർത്താവേ, നിന്റെ കൃപയാണ്, ആ കൃപ കണ്ടുകൊണ്ടാണ്. ബിക്കോസ് ഹി ഹാസ് ഷോൺ അസ് ഇൻഫിനിറ്റ് ഗ്രേസ് ബൈ ഡൈയിങ് ഫോർ മീ, ബൈ സേവിങ് മീ. അപ്പോൾ ഇത് തികച്ചും അൺകണ്ടീഷണലാണ്. വി ഹാവ് നോട്ട് കോൺട്രിബ്യൂട്ടഡ് എനിത്തിങ് ടു ദിസ് സാൽവേഷൻ എക്സെപ്റ്റ് ദ സിൻ ദാറ്റ് നെസസിറ്റേറ്റഡ് ഇറ്റ്. ഇത് പറഞ്ഞ പോൾ വാഷറാണ്. എന്താ അറിയാമോ, നമ്മൾ ഈ രക്ഷ എന്ന ഇക്വേഷനിലേക്ക് ആകെ കൊടുത്തിരിക്കുന്ന പാപമാണ്. അതുകൊണ്ടാണ് കർത്താവിന് ഒന്ന് മരിക്കേണ്ടി വന്നത്. ദാറ്റ് നെസസിറ്റേറ്റഡ് ദിസ് ഹാർഡ് വർക്ക് ഓഫ് ദ ലോർഡ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന് നന്ദി പറയാം. ആ ബ്രോക്കൺനെസ്സിലേക്ക് കർത്താവ് നമ്മളെ നയിക്കാൻ, നമ്മൾ ഒരിക്കലും നമ്മുടെ സെൽഫിൽ പ്രശംസിക്കാത്തവരാകുവാൻ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണുന്നതിന് മുമ്പ് ഞാൻ എത്ര ആഴമുള്ള പാപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്, എന്നെ ദൈവം എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് കർത്താവിനെ നോക്കി നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് ഒരുക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നിശബ്ദനായി പീലാത്തോസിന് മുമ്പിൽ നിന്ന് ആ വേദനകൾ മുഴുവൻ സഹിച്ചതിനായിട്ട് സ്തോത്രം. ആ യാഗത്തിലൂടെ ഞങ്ങൾക്ക് പാപമോചനവും അങ്ങയുടെ അനുസരണത്തിലൂടെ ഞങ്ങൾക്ക് നീതിയും എന്നേക്കുമായി ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ആ നീതി വസ്ത്രം ഞങ്ങൾക്ക് തന്നതിനായും ഞങ്ങൾ നന്ദിയോടെ എങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മേൽ വരേണ്ട മരണം അവിടുന്ന് അനുഭവിച്ചതിനായി, ആ ശാപശിക്ഷയെ ഞങ്ങൾക്ക് വേണ്ടി എടുത്തതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് എന്നേക്കുമായി തന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.